അനുഗ്രഹീതമായ രാത്രിയിൽ നമുക്ക് അല്പനേരത്തെ വചനചിന്തയ്ക്ക് വേണ്ടി 42-ാം സങ്കീർത്തനം 6-ാം വാക്യം നമുക്ക് പ്രാരംഭവാക്യമായി വായിക്കാം. 42-ാം സങ്കീർത്തനം 6-ാം വാക്യം. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിശ്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മനോഹരമായ നല്ല രാത്രിയിൽ നമുക്ക് ഒന്നിച്ചു കൂടുവാൻ കർത്താവ് കൃപേതരം അനുഗ്രഹീതമായ സന്ദേശങ്ങൾ കഴിഞ്ഞ പകലും രാത്രിയും കേട്ട് അനുഗ്രഹീത ദൈവ വചനങ്ങളും ആരാധന നിമിഷങ്ങളും പ്രാർത്ഥന വേളയും ദൈവം നൽകിയല്ലോ. ഈ 3 ദിവസം കവർ ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത് 6-ാം സന്ദേശമായിരിക്കണം. കാരണം പകൽക്കാലം ഓരോ സന്ദേശങ്ങൾ കേട്ട് കാണും, രാത്രിയിലും സന്ദേശം കേൾക്കുന്നു. കുറഞ്ഞ പക്ഷം ഇത് 6-ാമത്തെ സന്ദേശമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട സന്ദേശങ്ങൾ എഴുതിയെടുക്കാനും ഒരുപക്ഷെ ഹൃദയത്തിന്റെ പരികിലൊക്കെ സൂക്ഷിപ്പാനും ദൈവം നമ്മെ കൃപ ചെയ്യുന്നത് ഓർത്ത് സ്തുതിക്കുന്നു. നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ലോകം മുഴുവൻ ഒരു ആശങ്കയുടെ കാലയളവിലാണല്ലോ. ഇന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത സംഭവങ്ങൾക്ക് നമ്മൾ കാഴ്ചക്കാരായിത്തീരുന്നു. ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നു. ആകെക്കൂടെ ഒരു ആശങ്കയുടെ കാലഘട്ടമാണ്. എല്ലായിടത്തും ഒരു വിഷാദമുഖമായ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഈ പാൻഡമിക് കാലം, ഈ COVID-19 തുടങ്ങിയ സന്ദർഭത്തിൽ നമ്മൾ പറഞ്ഞു, ലോകത്തിൽ പല ഇതുപോലെയുള്ള പ്ലേഗ് പോലെയുള്ള അനേക ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ ലക്ഷക്കണക്കിനോ കോടിക്കണക്കിന് ആൾക്കാരെ ലോകത്ത് നിർമ്മാർജ്ജനം ചെയ്തു. പലരും രോഗികളായി ഇന്നും അതിൽ തിക്താനുഭവം അനുഭവിക്കുന്നു. അതിൽ ഒന്നായി കണ്ടു. പക്ഷെങ്കിൽ ഇന്നൊക്കെ ലോകത്തിൽ നാം കേൾക്കുന്ന സംഗതി ഇതുപോലെ ഒരു മാരക 220 അതിലധികമോ രാജ്യങ്ങളെ ഗ്രസിക്കുന്ന, ഇന്നും മാറാത്ത സാന്നിധ്യമായി അതിന്റെ ഓരോരോ പുതിയ പുതിയ വേവ്സ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ഒന്ന് മാറുമ്പോൾ മറ്റൊന്നായി അതിമാരകമായ രീതിയിൽ ഒരുപക്ഷെങ്കിൽ വാക്സിനേഷൻ പോലും പിടികൊടുക്കാൻ കഴിയാത്ത നിലയിലുള്ള പുതിയ പുതിയ വേരിയന്റുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. ഇതൊരു മാത്രം സങ്കീർണമായ ഒരു പ്രശ്നം ഒരു പക്ഷെങ്കിൽ ലോകം നേരിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്തായിരുന്നാലും നമ്മുടെ ദൈവം മാറാത്ത ദൈവമായി കൂടെയുള്ളതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രോഗത്തിന്റെ ആദിമ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഏകദേശം മാർച്ച് തുടങ്ങിയ സന്ദർഭത്തിൽ ദൈവത്തിൽ പ്രാർത്ഥന ചെയ്യുന്നപ്പോൾ കർത്താവ് തന്ന 2 വചനങ്ങൾ ഞങ്ങൾ ചർച്ച പറയുകയുണ്ടായി. അതിൽ ഒരു സന്ദേശം, ഒരു വചനം ഇതായിരുന്നു, പ്രാർത്ഥന തന്ന ഒരു വാക്യം ഇതായിരുന്നു: ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ചെങ്കടലിന് മുമ്പിലെത്തി. മുമ്പിൽ ചെങ്കടൽ, 2 ഭാഗത്ത് നാം കേൾക്കുന്ന പോലെ വലിയ പാറക്കെട്ടുകൾ. ഒരുപക്ഷെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന ഫറവോന്റെ സൈന്യം ഒരുപക്ഷെ കൂടുതൽ വരെ ഭീതിയുള്ളവരാക്കി തീർത്തു. ആ സന്ദർഭത്തിൽ അതുവരെ മുമ്പിൽ പോയ ദൈവത്തിന്റെ ദൂതൻ മുൻപിൽ നിന്ന് മാറി പിറകിൽ വന്നു നിന്ന് ഇസ്രായേൽ ജനത്തിനും അതുപോലെ ഫറവോന്റെ സൈന്യത്തിനും നടുവിൽ നിന്നുകൊണ്ട് തന്നെ ജനത്തെ കാത്ത ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. ജനം നിലവിളിച്ചത് കൊണ്ടല്ല, ജനത്തിന്റെ അവസ്ഥ കണ്ടിട്ട് അതേ നിമിഷം തന്നെ ദൈവത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ നാമം വഹിക്കുന്ന ദൂതൻ, അതുവരെ ഇസ്രായേൽ ജനത്തിന് മുമ്പിലായിരുന്നു. ആ ദൂതൻ അവിടുന്ന് പിറകിൽ വന്നു നിന്ന് ഇസ്രായേൽ ജനത്തിനും ഫറവോനും സൈന്യത്തിനും നിലകൊള്ളുന്ന ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്. അതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞത് പലർക്കും ഒരു പക്ഷെങ്കിൽ രോഗാനുഭവം സ്പർശിക്കാതെ വണ്ണം ഇതുപോലെ ദൈവ സാന്നിധ്യത്തിൽ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സൂക്ഷിക്കുന്ന. ഈ 1.5 വർഷമായിട്ട് എത്രയോ മൈലുകൾ നമ്മൾ സഞ്ചരിച്ചു, എത്രയോ ഓഫീസുകളിൽ, ഹോസ്പിറ്റലുകളിൽ ഒക്കെ നമ്മൾ പോവുകയും വരികയും ഒരുപക്ഷെ ജോലി ചെയ്യുകയും ചെയ്തു. പക്ഷെങ്കിൽ കർത്താവ് ഇതുവരെ പ്രൊട്ടക്ട് ചെയ്തല്ലോ. അതിന് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. മറ്റൊരു സന്ദേശം എന്റെ കൂടെ കർത്താവ് എനിക്ക് തന്നത്, പൗലോസ് അപ്പോസ്തലൻ ഉൾപ്പെടുന്ന ഒരു സംഘം റോമിലേക്ക് യാത്രയാണ്. കപ്പലൊക്കെ തകർന്നു. അവരെ അവസാനം മെലിത്ത എന്ന ദ്വീപിൽ ചെന്നു. അവിടെയുള്ള ബർബരന്മാർ അസാധാരണമായ കൃപ കാണിച്ചു എന്ന് വായിക്കുന്നു. തണുപ്പുള്ള സന്ദർഭത്തിൽ, അവർ തീ കായുന്ന സന്ദർഭത്തിൽ ഒരു അണലി ചൂട് പറ്റി വന്ന് പൗലോസിന്റെ കയ്യിൽ പറ്റി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ പറ്റിയ സന്ദർഭത്തിൽ അവിടെയുള്ള ആൾക്കാര് ഈ പൗലോസിനെ കുറിച്ച് പറഞ്ഞത് കുലപാതകൻ എന്ന. സ്തോത്രം. പക്ഷെങ്കിൽ വീർപ്പ് മുട്ടിച്ചാകുമെന്ന് ചിന്തിച്ച സന്ദർഭത്തിൽ അവൻ ആ അണലിയെ കുടഞ്ഞു കളഞ്ഞു. വീർപ്പ് മുട്ടിച്ചാകുമെന്ന് വിചാരിച്ച സന്ദർഭത്തിൽ ഒന്നും സംഭവിക്കാതെ ആ ദൈവഭക്തൻ ദൈവത്തിന്റെ കരങ്ങൾ സൂക്ഷിക്കപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു, ഇവനൊരു ദേവനാണ്. സ്തോത്രം. കുലപാതകൻ എന്ന് വിളിച്ചവനെ അല്പം കഴിഞ്ഞ് വിളിക്കുകയാണ് ദേവൻ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറഞ്ഞ ഒരു സന്ദർഭം ഞാൻ ഓർപ്പിക്കാം. ഒരു പക്ഷെങ്കിൽ കയ്യിൽ പറ്റുന്നത് പോലെ രോഗത്തിന്റെ ഒരു അംശം ഒരുപക്ഷെ നമുക്ക് ഒരുപക്ഷെ എഫക്റ്റ് ആകാം. പക്ഷേ അവിടെ നമ്മെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി. ഒരു പക്ഷെങ്കിൽ അതിനും അപ്പുറത്ത് നമുക്കറിയാം, ദൈവമക്കളായ പലർക്കും ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ആയുസ്സിന്റെ വില നമുക്ക് ഒരു പക്ഷേ വിലപ്പെട്ടതാണ്. പക്ഷെങ്കിൽ ദൈവം തന്റെ പദ്ധതിയിൽ തന്റെ ജനത്തെ ചേർക്കുന്ന മറ്റൊരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. എന്തായിരുന്നാലും വളരെ ഭയത്തോടെ, വളരെ ഭക്തിയോടെ ഭൂമി ജീവിച്ചാലും നമ്മൾ മരിച്ചാലും
ആ ഒരു നിലയിൽ ഞാൻ പറയാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞ 23-ാം വാക്യത്തിൽ ജീവിക്കുന്ന എനിക്ക് ക്രിസ്തു, മരിച്ച ലാഭം. ആ നിലയിലുള്ള ഒരു ക്രമീകൃതമായ ജീവിതത്തോടെ, യാഥാർത്ഥ്യബോധത്തോടെ ജീവിതത്തെ നോക്കിക്കാണാൻ, ജീവിച്ചാലും മരിച്ചാലും കർത്താവ് എന്ന ബോധ്യത്തിൽ ജീവിതത്തെ സംശുദ്ധമായ അനുഭവത്തിൽ സൂക്ഷിച്ച് കർത്താവെ ഈ ഭൂമി ജീവിക്കാൻ അവസരം തന്നാൽ നന്ദി, ഇല്ല അങ്ങനെ ചേർക്കപ്പെട്ടാൽ അതിനും കർത്താവ് നന്ദി. അത് ജീവിച്ചാലും ക്രിസ്തു, മരിച്ചാലും ലാഭം എന്ന് പറയുന്ന ഒരു സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായി തീരാൻ ദൈവം നമുക്ക് എല്ലായ്പ്പോഴും കൃപ ചെയ്യട്ടെ. ഞാൻ എന്നോട് തന്നെ സന്ദേശം പറയുന്നു, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, എന്തായിരുന്നാലും ജീവിച്ചാലും മരിച്ചാലും നമ്മുടെ കർത്താവിനോട് കൂടെ ആയിരിക്കാനുള്ള ആ ഒരേ ലക്ഷ്യത്തിൽ നമ്മുടെ ജീവിതത്തെ നെയ്തെടുക്കുന്ന, കുറവുകളെ തീർത്ത് പണിതെടുക്കുന്ന, പോളിഷ് ചെയ്യുന്ന ഒരു കാലഘട്ടമായി തീരട്ടെ. ഒരിക്കൽ പാസ്റ്റർ കെ.സി. ജോൺ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, 2 നിലയിലുള്ള പ്രത്യേക ശുശ്രൂഷക്കാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒന്നൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറവുകൾക്ക് മൂടി പിടിപ്പിക്കുകയാണ്. മുഖത്തൊക്കെ ചുക്കിച്ചുളിഞ്ഞ അനുഭവം ഉണ്ടെങ്കിൽ, കുഴിപ്പാടുകൾ ഉണ്ടെങ്കിൽ അവിടൊക്കെ പെയിന്റ് അടിച്ച് പുട്ടിയിട്ട് അതൊക്കെ മനോഹരമാക്കി തീർക്കുന്ന ഒരു ശുശ്രൂഷയാണ് ബ്യൂട്ടീഷ്യൻ ചെയ്യുന്നത്. സ്തോത്രം. എന്നാൽ സർജനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒരു പഴുപ്പുണ്ടായി വേദന എടുക്കുന്നെങ്കിൽ അവിടെ കീറി മുറിച്ച് ആ പഴുപ്പും അശുദ്ധമായതൊക്കെ പുറത്തു കളഞ്ഞ് വളരെ മാരകമായ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് മരുന്ന് വെച്ച് കെട്ടി തുന്നിക്കെട്ടുമ്പോൾ നമുക്ക് വേദനയും അസഹനീയ അനുഭവം ഉണ്ടാകാം. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊറുക്കും, അവിടെ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരു ബ്യൂട്ടീഷ്യന്റെ ശുശ്രൂഷയാണോ നമുക്ക് ആവശ്യം? ഒരു സർജന്റെ ശുശ്രൂഷയാണോ നമുക്ക് ആവശ്യം? ആമേൻ. ബ്യൂട്ടീഷ്യന്റെ ശുശ്രൂഷ കുറവുകളെ പൊതിഞ്ഞുകൂടി അത് മനോഹരമാക്കുന്ന ഒരു കൃത്രിമ പ്രവർത്തനമാണ്. എന്നാൽ ഒരു സർജൻ ചെയ്യുന്നത് കീറി മുറിച്ച് ഹല്ലേലൂയ അഴുക്കും മാലിന്യവും മാറ്റി തുന്നിക്കെട്ടി മരുന്ന് വെക്കുമ്പോൾ സൗഖ്യമുണ്ട്, നീളാൻ ജീവിക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ബ്യൂട്ടീഷ്യന്മാരെ അല്ല നമുക്ക് ഇന്ന് വേണ്ടത്, സർജന്മാരെ നമുക്ക് ആവശ്യം. എന്നോട് തന്നെ പറയട്ടെ, ഞാൻ പ്രസംഗ പീഠത്തിരിക്കുമ്പോൾ ഏത് ദൈവകൃത്യനും ശുശ്രൂഷിക്കുമ്പോൾ ജനത്തോട് ആവശ്യമില്ലാതെ വിളിച്ചു പറയുന്ന അനുഭവമല്ല. ഇന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞ കഥ, സർജന്റെ ശുശ്രൂഷ എന്നിൽ ആദ്യം ചെയ്യണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ദിവസം സർജന്റെ ശുശ്രൂഷയാണ്. അന്ത്യകാലത്തിലേക്ക് എത്തും. നമ്മുടെ ആയുഷിനെ കുറിച്ച് അറിയില്ല, കാലഘട്ടം ഒത്തിരി മനോഹരമാക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെങ്കിൽ കർത്താവെ, കുറവുകളെ തീർത്ത് പണിതെടുക്കുന്ന ദൈവമേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ മനോഹര കരത്തിലേക്ക് എന്നെ ഏൽപ്പിക്കുന്നു. മനോഹരമായ ഇംഗ്ലീഷ് ഗാനമുണ്ടല്ലോ, മേക്ക് മീ ആൻഡ് മോൾഡ് മീ ആഫ്റ്റർ ദൈ വിൽ. കർത്താവേ, ഇഷ്ടപ്രകാരം എന്നെ പണിതെടുക്കണമേ, എന്നെ രൂപം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും ആ ഒരു നിലയിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാനും ഒരു ഒരുക്കത്തിന്റെ നാളായി തീരുവാനും നമുക്ക് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരിക്കൽ ക്രിസ്റ്റഫർ റെൻ എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ, ക്രിസ്റ്റഫർ റെൻ എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ, ആ ദൈവഭൃത്യൻ എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു ലോക പ്രശസ്തനായ ആർക്കിടെക്ട് ആണ്, വാസ്തുശില്പിയാണ്. നമുക്കറിയാം ആർക്കിടെക്ട് അവർക്ക് മനോഹരമായ സ്വപ്നങ്ങൾ അവരെ ചിന്താമണ്ഡലത്തിൽ കാണും. അതൊക്കെ മനോഹരമായി പ്രദർശിപ്പിക്കുവാൻ അവരെ കരുവിരുതിന് ശക്തിയുണ്ട്. അങ്ങനെയുള്ള ക്രിസ്റ്റഫർ റെൻ എന്ന് പറയുന്ന ആ ഒരു പ്രശസ്തനായ ആർക്കിടെക്ട്, അദ്ദേഹം ഇംഗ്ലണ്ടിൽ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പക്ഷെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം ഒരു മനോഹരമായ ഒരു ദേവാലയം പണിയുകയാണ്. ആ മനോഹരമായ ദേവാലയം അദ്ദേഹം പണിതു വരുമ്പോൾ അത് അന്ന് ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചു. അന്നത്തെ പത്രലോകം അത് ലോകത്ത് വലിയ വാർത്തയാക്കി തീർത്തു. ആ ഒരു വലിയ കത്തീഡ്രൽ ചർച്ചിന്റെ പണിക്ക് കാഴ്ചക്കാരായി ധാരാളം ആൾക്കാർ അവിടെ വന്നു. ക്രിസ്റ്റഫർ റെൻ എന്ന് പറയുന്ന ആർക്കിടെക്റ്റിന്റെ കൂടെ പണിയുന്ന ധാരാളം ആൾക്കാരുണ്ട്, നൂറുകണക്കിന് ജോലിക്കാരുണ്ട്. അവിടെ ഒരു പ്രശസ്തരായ പത്രപ്രവർത്തകൻ വന്നിട്ട് ക്രിസ്റ്റഫർ റെൻ എന്ന് പറയുന്ന ആ മനുഷ്യനോട് കൂടെ പണിയുന്ന പണിക്കാരിൽ 3 പേരെ വിളിച്ച് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിച്ചു. വളരെ ലളിതമായ ഒരു ചോദ്യം. എന്താ ചോദ്യം? ഇങ്ങനെയാണ്, സിമ്പിൾ ആണ്. വാട്ട് യു ആർ ഡൂയിങ് ഹിയർ? നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ഒന്നാമൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ ജോലി ചെയ്താൽ എനിക്ക് വേതനം കിട്ടും. ആ വേതനം കിട്ടിയാൽ എന്റെ കുടുംബസന്ധാരണം ഭംഗിയായി നടക്കും. രണ്ടാമനോട് ചോദിച്ചു, നീ എന്താ അവിടെ ചെയ്യുന്നത്? അവന്റെ ചോദ്യം, എനിക്ക് വേതന പ്രശ്നമല്ല, കാരണം എനിക്ക് ആവോളം എനിക്ക് സമ്പത്തുണ്ട്. പക്ഷെങ്കിൽ ഒരു ചർച്ചിന്റെ പണിയല്ലേ, ഒരു മനോഹരമായ ഒരു നല്ല കാര്യമല്ലേ, എനിക്കിഷ്ടം പോലെ ലെഷർ ടൈം ഉണ്ട്. അതുകൊണ്ട് വേതനമല്ല എന്റെ വിഷയം, ഈ ലെഷർ ടൈം ഈ മനോഹരമായ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാം എന്ന് ഞാൻ ആഗ്രഹിച്ച് ഇവിടെ ചേർന്ന് ഇവിടെ പണിയാന്ന് പറഞ്ഞു. മൂന്നാമനോട് ചോദിച്ചു, നീ എന്താ അവിടെ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേതനം പ്രശ്നമല്ല, എനിക്ക് ലെഷർ ടൈം ഉണ്ടായതുകൊണ്ടുമല്ല. നിങ്ങൾക്കറിയാമോ ക്രിസ്റ്റഫർ റെൻ ആരാണെന്ന്? ലോക പ്രശസ്തനായ ഒരു വാസ്തു സൃഷ്ടാവാണ്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ട് ആണ്. അദ്ദേഹത്തിന്റെ ചിന്താമൂലത്തിൽ
ഒരു വലിയ ദർശനമുണ്ട്. ഞാൻ ആ ദർശനത്തോടൊപ്പം പണിയുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയിൽ അതേ ചോദ്യം എന്നോട് നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാനുള്ളത്? നമ്മൾ കർത്താവിനെ സേവിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ വേദനത്തിന് വേണ്ടിയാണോ? ചിലർ പറയാറുള്ളത് ഈ 10 സ്തോത്രം പറഞ്ഞാൽ നിന്നെ 10 മടങ്ങും, കർത്താവിന്റെ 10 കൊടുത്താൽ നിനക്ക് 100 തരും. പലപ്പോഴും സ്വാഭാവികമായി നമ്മുടെ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന, വ്യാമോഹിപ്പിക്കുന്ന, ഒരു പക്ഷെങ്കിൽ ആ നിലയിലേക്ക് നമുക്ക് ഒരു ദ്രവ്യാഗ്രഹം പോലും ആത്മീയ വീക്ഷണത്തിൽ വളർത്തുന്ന പ്രസംഗങ്ങളും വാക്കുകളും നമ്മൾ കേൾക്കാറുണ്ട്. 100 ദൈവത്തിന് കൊടുക്കും, ദൈവം 1000 തരും. അപ്പൊ നമ്മൾ 100 കൊടുക്കാൻ പ്രേരിതരായിത്തീരുക. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവത്തെ സേവിക്കുന്നതും കർത്താവിനെ പിന്തുടരുന്നൊന്നും വേദന പ്രതീക്ഷിച്ചല്ല. പ്രൈസ് ലോർഡ് ആയിരിക്കരുത്. സ്തോത്രം. ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും മനോഭാവം അതാകരുത്. മറിച്ച് ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരെ പുലർത്തുവാൻ ദൈവം വിശ്വസ്തനല്ലേ? ഞാൻ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ മക്കൾ എത്തിയപ്പോൾ അവിടുത്തെ വിപത്ത് മനസ്സിലായി ഭയജനിതരായ ജനത്തിന് സംരക്ഷണം ചെയ്യുവാൻ അവർ പ്രാർത്ഥിച്ചത് കൊണ്ടല്ല. അതുവരെ മുമ്പിലായിരുന്ന ദൈവത്തിന്റെ ദൂതൻ പുറകിൽ വന്ന് നിന്നത് ജനത്തിന്റെ ആവശ്യത്തെ തിരിച്ചറിയുന്ന, പരിജ്ഞാനിയായ, പ്രൊട്ടക്ട് ചെയ്യുന്ന, കരുതലുള്ള ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ആര് കർത്താവിനെ സേവിക്കുന്നത്, നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നതോ ഈ സുവിശേഷ വേലയിൽ പങ്കാളികളായി തീരുന്നതോ വേദനത്തിന് വേണ്ടിയല്ല. 2, സ്തോത്രം. നമുക്ക് ലക്ഷ ടൈം കിട്ടിയോണ്ടാണോ ഇന്ന് രാത്രിയിൽ വെറുതെ ഇരുന്നേക്കാം, ഒരു 3 ദിവസത്തെ അല്ലെങ്കിൽ 5 ദിവസത്തെ ഫാസ്റ്റിംഗ് പറയാൻ നടക്കല്ലേ പോയേക്കാം, ചെന്നില്ല എന്ത് വിചാരിക്കും, എല്ലാവരും ചിന്തിക്കും. അതിനൊന്നും അല്ല നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ലക്ഷ ടൈം കിട്ടിയോണ്ടല്ല വന്നിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ലോർഡ്. വിശ്രമവേള ചെലവഴിക്കുന്ന ഒരു വേദിയല്ല ദൈവാരാധന അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അതുപോലെ 3ാമത്തെ മനുഷ്യൻ പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എന്താ 3ാമൻ പറഞ്ഞത്? എനിക്ക് വേദന പ്രശ്നമല്ല, എനിക്ക് ലക്ഷ ടൈം ഉണ്ടായതുകൊണ്ടല്ല, ക്രിസ്റ്റഫർ എന്നിന്റെ ചിന്താമണ്ഡലത്തിലെ ദർശനത്തോടൊപ്പം ഞാൻ പണിയുകയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ അറിയണമേ, ഒരു വലിയ ദൈവം, ദർശനമുള്ള വലിയ ദൈവം, കാഴ്ചപ്പാടുള്ള ദൈവം, അഖിലാണ്ടത്തെ രൂപം ചെയ്തവനായ ദൈവം, ആ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ആ ദൈവത്തിന്റെ ഹൃദയത്തിലെ വലിയ ദർശനത്തോടൊപ്പം പണിയുന്നവരാൻ ഞാനും നിങ്ങളും. യേശു കർത്താവ് പറഞ്ഞു, ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യന് മതി. അങ്ങനെയെങ്കിൽ ഗുരുവിനെ പോലെയാകാനുള്ള പരിശ്രമമാണ് കൂട്ടായ്മ നമ്മൾ സംവദിക്കുന്നത്. നമ്മൾ പാടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, നമ്മൾ കർത്താവിൽ ഒന്നിച്ചായിരിക്കുമ്പോൾ, വിവിധ നിലയിൽ കർത്താവിന്റെ വേലയിൽ പങ്കാളികളായി തീരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ വാഞ്ച ഗുരുവിനെ പോലെയാകുന്ന ശിഷ്യന് മതി. ആ ഗുരുവിനെ കുറിച്ചുള്ള ചിന്താമണ്ഡലത്തിലെ ആ വലിയ സ്വപ്നം, ആ വലിയ ദർശനം കർത്താവിനെ സാക്ഷാത്കരിക്കണമേ. ഇന്ന് രാത്രിയിൽ ആ ഒരു ചിന്തയോടെ ഇരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതിനപ്പുറത്തൊരു ചിന്ത നമുക്ക് വേണ്ട. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നമ്മെ കാണുന്നുണ്ട്, ചിന്താമണ്ഡലം അറിയുന്നുണ്ട്, നമ്മുടെ വീക്ഷണഗതികളെ അറിയുന്നുണ്ട്, മനോഭാവം അറിയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ശാരീരിക അവസ്ഥ, ചുറ്റുപാടുകൾ, തലമുറ വിഷയം എല്ലാം അറിയുന്ന ഒരു വലിയ ദൈവം. ആമേൻ. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അറിയുന്നു. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇവയൊക്കെയും എന്ന് പറഞ്ഞ വിശ്വസ്തനായ ഒരു ദൈവത്തെ പിൻഗമിക്കുന്നവരാ നമ്മൾ. ഇന്ന് രാത്രിയിൽ മുഖവര പറഞ്ഞാൽ ഞാൻ വാക്കിൽ ദീർഘമാക്കുന്നില്ല. ഉറപ്പിന് ഞാൻ ഇന്ന് രാത്രി കാര്യങ്ങൾ ഓർപ്പിച്ചു മാത്രമേ ഉള്ളൂ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 42-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ 6-ാം വാക്യമാണ് ഇന്ന് രാത്രി നമ്മൾ അല്പനേരത്തെ വചനശ്രദ്ധയ്ക്ക് വേണ്ടി വായിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ അവതരണത്തിലൂടെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ വിഷാദമൂകമായ ഒരു ലോകമാണ് നമ്മുടെ ചുറ്റും, അല്ലെ? എല്ലായിടത്തും ആശങ്ക, എല്ലായിടത്തും ഒരു പരിഭ്രമം. ഇതുവരെ രോഗം സ്പർശിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ രോഗം സ്പർശിക്കുമോ എന്നൊരു ചിന്ത. സ്തോത്രം. കഴിഞ്ഞ ദിവസം എനിക്കും ചെറിയൊരു ചിന്തയുണ്ടായി. ഞാൻ വാക്സിനേഷന് പോയപ്പോൾ ഞാൻ സാധാരണ പോകുന്ന ടാക്സിയിൽ അദ്ദേഹത്തിന്റെ കൂടെയാണ് 6-ാം തീയതി പോയത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, 8 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പോസിറ്റീവ് ആയെന്ന് കേട്ടു. വളരെ സൂക്ഷ്മതയോടെ പോകുന്ന ഒരു ടാക്സി ഡ്രൈവറാണ് അദ്ദേഹം. എല്ലാവരെയും കൊണ്ടുപോകുന്ന ആളല്ല, പ്രത്യേക കോൺടാക്ട് ഉള്ള ഒരാൾക്ക്. അദ്ദേഹത്തിന് പോസിറ്റീവ് ആയപ്പോൾ ഞാൻ ദൈവമേ, ഒരാഴ്ച മുമ്പാണെങ്കിൽ ഞാനും അദ്ദേഹത്തിന് കോൺടാക്ട് ഉണ്ടായല്ലോ. എന്റെ മനസ്സിൽ കുറച്ച് ആശങ്ക. ഞാൻ പോയി ഒരു PCR ടെസ്റ്റ് ഒക്കെ എടുത്തു, നെഗറ്റീവ്. കൃപ, ദൈവത്തിന് കൃപ, നെഗറ്റീവ്. ഒരു കുറച്ച് ആശങ്ക, ദൈവമേ എന്തെങ്കിലും ഉണ്ടാകുമോ? കാരണം വൈഫിന് കഴിഞ്ഞിടയ്ക്ക് 1 വർഷം മുമ്പ്, 1.5 വർഷം മുമ്പ് ഒരു മേജർ സർജറി കഴിഞ്ഞു. ദൈവമേ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഒരു വിപത്ത് വന്നു കയറരുതല്ലോ. ഞാൻ ദൈവത്തിന് പ്രാർത്ഥിച്ചു. നെഗറ്റീവ്. ദൈവത്തിന്റെ കൃപ. ഞാൻ പറഞ്ഞു വരുന്ന പ്രിയമുള്ളവർ, നമുക്കൊക്കെ ആശങ്കകൾ ഉണ്ടാകാറുണ്ട്, വിഷാദത്തിന് അനുഭവം ഉണ്ടാകാറുണ്ട്. അതില്ലാത്ത ആരുമില്ല. ആമേൻ. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ വചനം നാം ചിന്തിക്കുമ്പോൾ 42-ാം സങ്കീർത്തനം എഴുതിയ സങ്കീർത്തനക്കാരന്റെ ജീവിതക്രമത്തിലേക്കൊന്ന് നോക്കിയാൽ ഏതോ ഒരു സാഹചര്യത്തിന്റെ പരിഭ്രമത്തിൽ നിന്നും അദ്ദേഹം കുറിക്കുന്ന വരികൾ കാണാൻ കഴിയും. പക്ഷേ പരിഭ്രമങ്ങളും ആശങ്കകളും വിഷാദമുഖമായ ലോക സാഹചര്യവും തന്റെ ചുറ്റുപാടും തന്നെ കീഴ്പ്പെടുത്തിയില്ല. മറിച്ച് പ്രശ്നങ്ങളേൽ അതിജീവിക്കുന്ന ദൈവകൃപ കൊണ്ട് ആ പ്രശ്നത്തെ അതിജീവിച്ചു നിൽക്കുന്ന ജയാളിയായ ഒരു ഭക്തനെയാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയുന്നത്. 42-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, കോരഹപുത്രന്മാരുടെ ഒരു ഗീതം എന്നാണ് നമ്മൾ വായിക്കുന്നത്. ധ്യാനമാണ്.
പക്ഷേ ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നോക്കിയാൽ ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ഒരു ക്രമം വായിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ എനിക്ക് എന്നോട് എന്നുള്ള പ്രസ്താവന വായിക്കുന്നത് ഒരു പ്ലൂറൽ അല്ല വായിക്കുന്നത്. ഞാൻ എൻ്റെ എനിക്ക് എന്നോട് എന്നൊക്കെ നമ്മൾ വായിക്കുന്നത്. മാന്യത്തോട് ചെല്ലുവാൻ കാംക്ഷിക്കുന്ന ഒരു ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു, എൻ്റെ ആത്മാ ദൈവത്തിനായി കാംക്ഷിക്കുന്നു, ഞാൻ എപ്പോൾ ദൈവസ്ഥലിൽ ചെല്ലുവാനിടയാകും, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യപറകൊണ്ട്. ഇങ്ങനെ നമുക്ക് ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ഒരു പ്രശ്നം താൻ പറയുകയാണ്. ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ ആകത്തുകയാണ് നമുക്ക് ഈ 42-ാം സംഘത്തിൽ കഴിയുന്നത്. എന്തോ ഒരു വിഭ്രമ സാഹചര്യം, എന്തോ ഒരു വിഷാദ കാലഘട്ടം, എന്തോ ഒരു വലിയ പരിഭ്രമത്തിന്റെ ഒരു സാഹചര്യത്തിൽപ്പെട്ടിരിക്കുകയാണ്. സംഘത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ യെരുശലേമിൽ പാർത്ത അനുഭവമുള്ള, യെരുശലേമുമായി ബന്ധമുള്ള ഒരു ഭക്തനായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലാണ്. നമുക്കത് 6-ാം വാക്യത്തിൽ വായിക്കുന്നത് ഹെർമോൻ പർവ്വതങ്ങൾ, മിസാർ മല, അതുപോലെ തന്നെ അതുപോലെ യോർദാൻ പ്രദേശം എന്നൊക്കെ പറയുന്ന ഇസ്രായേലിന്റെ വടക്കൻ മേഖല, പകുതിക്ക് മുകളിലേക്കുള്ള മേഖലയാണ്. ആ മേഖലയിൽ പാർക്കുന്ന ഭക്തൻ പറയുന്നു, ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. ഗോഡ്, മൈ സോൾ ഈസ് കാസ്റ്റ് ഡൗൺ ഇൻ വിതിൻ മീ. കർത്താവേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. ഭക്തന്റെ വിഷാദം എന്താണെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടില്ല. നമുക്കറിയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിഷാദം പല നിലയിൽ ഉണ്ടാകാറുണ്ട്. ആത്മീയരാണ്, നമ്മൾ കർത്താവിനെ സേവിക്കുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു, സന്തോഷിക്കുന്നു, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നു. പക്ഷെങ്കിൽ നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് വിഷാദമുഖ അനുഭവത്തിലേക്ക് എത്തിച്ചേരാറുണ്ട്. ഈ ഭക്തന്റെ ജീവിത പ്രശ്നം എന്താണെന്ന് അറിയുന്നില്ല. പക്ഷേ ഭക്തനായതുകൊണ്ട് തന്നെ തന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ചുറ്റുപാടും വളരെ ശ്രദ്ധയോടെ കരുതുകയാണ്. ദൈവമക്കൾ എന്ന രീതിയിൽ നമ്മളെപ്പോഴും ലോകം ദർശിക്കുന്നില്ലേ? നമ്മുടെ ഉയർച്ചകൾ, നമ്മുടെ താഴ്ചകൾ, നമ്മുടെ മുഖം മ്ലാനമായിരുന്ന, നമ്മൾ സന്തോഷവതരായി എപ്പോഴും നമ്മെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വീക്ഷിക്കുന്ന ഒരു ലോകത്തിലാണ്. ആത്മീയത തന്നെ വീക്ഷിക്കും. ഒരു പക്ഷെങ്കിൽ നമ്മുടെ പരിചയക്കാർ, കൂടെ പാർക്കുന്നവർ ഒരു ഷെയറിയിലായിരിക്കും, ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചോദിക്കും, വൈ യു ആർ ഗ്ലൂമി ദീസ് ഡേയ്സ്, എന്തുകൊണ്ട് നിനക്കൊരു മുഖം പാടിയിരിക്കുന്നത്, അതിൽ പ്രശ്നമുണ്ടോ? തുറന്നു പറ. ഇതൊക്കെ നമ്മൾ പറയാറില്ലേ? നമ്മളല്ലേ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഗ്ലൂമി ആയിത്തീരുന്ന കുറച്ച് വിഷാദമുഖ അനുഭവങ്ങൾ. ചിലരൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കി വെക്കുക, അല്ലെ? അങ്ങനെയുണ്ട് ചിലർ. പണ്ട് സക്കറിയാവും എലിസബത്തും അവർക്ക് തലമുറയില്ല. ആ ദുഃഖം ഹൃദയത്തിനുള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ് അവര് പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ജനത്തെ കൈയുയർത്തി അനുഗ്രഹിക്കുന്നത്. പരാതിയില്ല, ആരോടും പരിഭവമില്ല. അവിടെ കുറിച്ച് വായിക്കുന്ന ഇരുവരും ദൈവസന്നിധി നീതിയുള്ളവരും ദൈവത്തിന്റെ സകല ന്യായങ്ങളിലും കൽപ്പനകളിൽ കുറ്റമില്ലാത്തവരുമായി അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പരിഭവമില്ല, പരാതിയില്ല, ആരോടും, എല്ലാ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഒക്കെ ദൈവം എന്നെ ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് ആക്കിയിരിക്കുന്നത്, സഹിച്ചോളാം കർത്താവേ, ആരോടും പരിഭവമില്ല. അവര് കൈയുയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. അതേ കരവും ഉയർത്തി മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നു. ഹൃദയത്തിന്റെ കോണിൽ ഒരു വിഷാദം കെട്ടിക്കിടക്കുക, അല്ലെ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു പക്ഷെങ്കിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകാം. 100 പ്രശ്നങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. സ്തോത്രം. ഒരുപക്ഷെ ആ അനുഭവമായിരിക്കാം എന്റെ ദൈവത്തോട് എന്നെ ചേർത്ത് നിർത്തുന്നത്. കരയാനും പ്രാർത്ഥിപ്പാനും ഓസിപ്പാനും ദൈവസന്നിധിയിൽ ദൈവബന്ധത്തിൽ ജീവിപ്പാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ചെറിയൊരു നീറ്റൽ, ഒരു ചെറിയൊരു സങ്കടം, ചെറിയൊരു വേദനയുടെ അനുഭവം, ഒരു ചെറിയ വിഷാദത്തിന്റെ അനുഭവം എന്റെ ഉള്ളിൽ ഉണ്ട്. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, തന്റെ ശൂലം മാറാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, മോനെ ഇല്ല, സ്തോത്രം, നിന്റെ കൃപയിൽ നിൽക്കുന്ന കാണുന്ന എനിക്കിഷ്ടം. ആമേൻ, ഹല്ലേലൂയ. നീ കൃപയിൽ നിൽക്കുന്ന കാണുന്ന എനിക്കിഷ്ടം. ഹല്ലേലൂയ. നിനക്ക് ഒത്തിരി കൃപ ഞാൻ തരാം. ഐ വിൽ pour out the exceeding grace. ഞാൻ നിനക്ക് ഇഷ്ടംപോലെ കൃപ തരാം. ഹല്ലേലൂയ. നിന്റെ വെളിപ്പാടുകളുടെ ആധിക്യത്തിൽ നെഗളിച്ചു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ. നിന്റെ രോഗം എനിക്കറിയാം, പക്ഷേ കൃപ തരാം. പക്ഷേ നീ നിത്യത വരണമെന്ന് എന്റെ ആഗ്രഹം. ആമേൻ. പലപ്പോഴും പൂർണ്ണമായ എല്ലാ പ്രശ്നങ്ങളും മാറണം എന്നല്ലേ എന്റെ നിങ്ങളുടെ ആഗ്രഹം? അല്ലില്ലാത്ത ജീവിതം, കഷ്ടമില്ലാത്ത ജീവിതം, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സന്തോഷം. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ അല്പവേദനയുടെ ഭാവമൊക്കെ ഇരുന്നാലും അവിടെ കൃപ തന്ന് നമ്മളെ നിത്യതയിൽ എത്തിക്കിടുന്ന കർത്താവിന്റെ ആഗ്രഹം. നമുക്ക് നമ്മുടെ സന്തോഷമാവരുത്, കർത്താവിന് നമ്മുടെ വിശുദ്ധിയാവരുത്. നമുക്ക് നമ്മുടെ സന്തോഷമാവരുത്, പക്ഷെ കർത്താവിന് നമ്മുടെ നിത്യതയാവരുത്. ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. പ്രൈസ്. ഏതെങ്കിലുമൊക്കെ വേദനിക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നല്ല പക്വതയോടെ ജീവിക്കുന്ന, ആത്മാർത്ഥമായി കർത്താവിനെ സേവിക്കാനും കർത്താവിനോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ വേദനിക്കേണ്ട. അറിയാത്തൊരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. സങ്കടപ്പെടുമ്പോൾ, ആരും കാണാതെ മുഖം അമർത്തി കരയുമ്പോൾ, ഹല്ലേലൂയ, രാത്രിയുടെ കോണിലും ദുഃഖ അനുഭവത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ വിചാരപ്പെടേണ്ട, പെറുപിറുക്കണ്ട, ആരോട് പരിഭവം പറയേണ്ട. സ്തോത്രം, എന്റെ ദൈവം എന്നെ കാണുന്നുണ്ട്. ആമേൻ. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാം. ശ്രദ്ധിക്കണമേ, ഇവിടെ ഈ ഭക്തന്റെ കഷ്ടതയുടെ നടുവിൽ ലോകം തന്നെ ദർശിക്കുക, വീക്ഷിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. ഞാൻ ആ ചോദ്യത്തെ രണ്ടൊന്ന് കാറ്റഗറൈസ് ചെയ്യാൻ രണ്ടായിട്ട്. 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ലോകം ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറക കൊണ്ട്. പിന്നെ പറയുന്നു, കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീരുക.
സ്തോത്രം. ഇത് ഞാൻ പരിചയക്കാരോ സ്നേഹിതരോ ദൈവമക്കളോ അല്ലെങ്കിൽ ഈ സങ്കീർത്തനക്കാരന്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ മക്കളെന്ന് ഞാൻ അവരെ പേരിടുക. കാരണം മറ്റൊരു കൂട്ടരെ പിന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. സ്തോത്രം. ഇവർ ചോദിക്കുന്നത്, നിന്റെ ദൈവം എവിടെ? വേർ ഈസ് യുവർ ഗോഡ്? നീ ഒരു ഭക്തനല്ലേ? നീ ദൈവത്തെ ആരാധിക്കുന്നല്ലോ. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ ആ വായിച്ച കുറിവാക്യത്തിൽ തന്നെ എങ്ങനെയാണ്? ദൈവം എന്റെ ആത്മാവ് വിഷാദിച്ചിരിക്കുന്നു, പക്ഷേ മിസാർ മലയിലും യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതത്തിൽ ഞാൻ നിന്നെ ഓർക്കുന്നു. കഷ്ടതയുടെ വേദനയുടെ നടുവിൽ ഓർക്കേണ്ടവനെ ഓർക്കുന്ന ഒരു ഭക്തന് അദ്ദേഹത്തിന്റെ ആരാധന തീർന്നു പോയില്ല. വേദനിക്കുന്ന അനുഭവമുണ്ട്, ലോകം ദർശിക്കുന്നുണ്ട്, പരിചയക്കാരും ശത്രുക്കളൊക്കെ തന്നെ വേദനയും കഷ്ടവും തന്റെ പരിവട്ടം തിരിച്ചറിയുന്നുണ്ട്. പക്ഷെങ്കിൽ അതിന് നടുവിൽ പ്രാർത്ഥന നിർത്തുന്നില്ല, ആരാധന നിർത്തുന്നില്ല, കുറ്റം പറച്ചിലില്ല, ആരോട് പരിഭവമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർത്ത് വിഷയം വിട്ടു പോകല്ല, എങ്കിലും ഞാൻ പെട്ടെന്ന് ഞാൻ ഓർത്തു പോകാറുണ്ട്. ദാവീദ് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ദൈവമേ എന്നെ രാജാവാക്കണേ രാജാവാക്കണേ, ഉപസിച്ച് പ്രാർത്ഥിച്ചില്ല. പക്ഷെങ്കിൽ 7 തന്റെ ജ്യേഷ്ഠ സഹോദരന്മാരെല്ലാം തള്ളി ഈ ശമൂവേൽ പ്രവാചകൻ, അനിഷിദ്ധനായ ശമൂവേൽ പ്രവാചകൻ, ദാൻ മുതൽ ബേർശേബ ഒരു വിശ്വസ്ത പ്രവാചകൻ, ഒരു വാക്ക് നിഷ്ഫലമാകാത്ത അനുഗ്രഹീതനായ ദൈവഭൃത്യൻ, അദ്ദേഹം ഹല്ലേലൂയ ഇളയ മകനായ ദാവീദിനെ അഭിഷേകം ചെയ്തു. ഒരിക്കലും ദാവീദിന്റെ പ്രാർത്ഥന വിഷയമായിരുന്നില്ല, പക്ഷേ ദൈവം തേടി വന്ന് വിളിച്ച് അഭിഷേകം ചെയ്യായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഞാൻ എന്റെ ദാസനെ പുൽപ്പുറത്തു നിന്നും കണ്ടെത്തി. പ്രൈസ് ദി ലോർഡ്. ആടിനെ തീറ്റുന്ന ഒരു സാധാരണ ജോലിയിൽ നിന്നും ദൈവം കണ്ടെത്തിയതാ. അതുകൊണ്ടാണ് അഭിഷേകം ചെയ്തത്. ദാവീദിന്റെ പ്രാർത്ഥന വിഷയമല്ല, ദൈവം തേടി ചെന്നതാ. പക്ഷേ എന്തായാലും കാത്തിരുന്നത് ഗോലിയാത്തിനെ കൊല്ലുക മാത്രമല്ല, ഒരു യെരൂശലേം പുത്രിമാരുടെ ഒരൊറ്റ പാട്ട് കാര്യങ്ങളെ മാറ്റിമറിച്ചു. നമ്മൾ പരസ്യമായ ആരെയിലൊക്കെ അഭിനന്ദിക്കുമ്പോൾ ഓർത്തോണം, ഒരു പക്ഷെങ്കിൽ അവരുടെ ക്രൂശിന്റെ അനുഭവം അത് തുടങ്ങിയ. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഒരൊറ്റ പാട്ട് കാര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചു. അന്ന് മുതൽ തന്റെ ജീവിതത്തിന്റെ കഷ്ടതയുടെ അനുഭവങ്ങളോടി ആരംഭിക്കുകയാണ്. ഗുഹകളിൽ, വനാന്തരങ്ങളിൽ, അതുപോലെ ചതുപ്പ് പ്രദേശങ്ങളിൽ, അതുപോലെ അന്യദേശത്തൊക്കെ ഓടി നടക്കുന്ന ഒരു അനുഭവം. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു. അവസാനം തന്നെ രാജാവായി. എത്ര കിട്ടിയത്? ഒരു ഗോത്രം, യഹൂദ ഗോത്രത്തിന്റെ മാത്രം രാജാവും. 7.5 കൊല്ലം. 7.5 കൊല്ലം ഒരു ഗോത്രത്തിന്റെ രാജാവായിരിക്കുന്ന അഭിഷേകമാണോ ദാവീദിന് ലഭിച്ചതല്ല. നമുക്കറിയാം, ശൗലിന്റെ സേനാനായകനായിരുന്ന അബ്നേർ ശൗലിന്റെ മകനായ ഈശ്പോശത്തിനെ രാജാവാക്കി. ദാവീദിന് കിട്ടേണ്ടുന്ന മുഴുഗോത്രത്തെയും രണ്ടായി വിഭജിച്ച് ഒരു ഗോത്രം മാത്രം കിട്ടത്തക്കവണ്ണം അവന്റെ അനുഗ്രഹത്തെയും അഭിഷേകത്തെ ഒതുക്കിക്കളയാൻ പരിശ്രമിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ഗോത്രത്തിന്റെ രാജാവായി ദാവീദ് 7.5 വർഷമായിരുന്നു. ആരോട് പരിഭവമില്ല. കർത്താവേ, ഞാൻ ആഗ്രഹിക്കാത്ത സന്ദർഭത്തിൽ, ആട്ടും കുട്ടിയെ നോക്കുന്ന സന്ദർഭത്തിൽ എന്നെ പുൽപ്പുറത്തുനിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. ഈ നാടുകളിലൊക്കെ ഞാൻ വളരെ കഷ്ടം അനുഭവിച്ചു. ഞാൻ യോനാഥനോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ അപ്പന്റെ കയ്യാൽ ഞാൻ മരിക്കേണ്ടി വരും. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയുടെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. അപ്പന്റെ വീട്ടിൽ ആടുകളെത്തിച്ച് സ്വസ്ഥമായി ജീവിച്ച് എന്നെ അവിടുന്ന് മരണഭയത്തിൽ ഓടേണ്ടി വന്നു. അഭിമേലെക്കിന് മുമ്പിൽ ഞാൻ തുപ്പലൊഴിപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കേണ്ടി വന്നു എന്റെ ജീവിതം നിലനിർത്താൻ. ദൈവമേ, എന്തിനൊക്കെയാ, പക്ഷേ കിട്ടിയതോ ഒരു ഗോത്രം. ഇതിനുവേണ്ടിയാണോ കർത്താവ് ഞാൻ കഷ്ടപ്പെട്ടത്? ഈ അഭിഷേകത്തിന് ഇത്രയും വിലയുള്ളോ? ഈ അഭിഷേകത്തിന് ഇത്രയും ആഴമുള്ളോ കർത്താവേ? എന്നൊക്കെ 100 ചോദ്യം ചോദിക്കാമായിരുന്നു. പക്ഷേ ഒരു പരിഭവമില്ല. ഒന്നെങ്കിൽ ഒന്ന് ദൈവം ഇത്ര തന്നിട്ടുള്ളൂ. സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗോത്രത്തിന്റെ രാജാവായി 7.5 കൊല്ലം വരുന്നു. പക്ഷേ അനുഗ്രഹങ്ങൾ തടയാൻ ലോകത്തിന് ഒരിക്കലും കഴിയില്ല. ഒരു ദൈവഭക്തന്റെ മേൽ ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളും അഭിഷേകത്തെ തടയുവാൻ ലോകശക്തികൾക്ക്, ശത്രുവിന്റെ പക്ഷത്തിന് ഒരിക്കലും കഴിയുകയില്ല. നമുക്കറിയാം, അബ്നേർ തന്നെ മനമാറ്റം ഉണ്ടായി. ദാവീദിന്റെ അടുക്കൽ വന്നു, സംസാരിച്ചു. ബാക്കി ഗോത്രപിതാക്കന്മാരെല്ലാം കൊണ്ടുവന്ന് അവസാനം 12 ഗോത്രത്തിന്റെയും രാജാവായി 33 വർഷം കൂടെ ഭരിച്ചു. അങ്ങനെ മുഴുവൻ നോക്കിയാൽ 40 വർഷം, 40 മാസവും ഇസ്രായേൽ രാജാവായി തീർന്നു. ഒരു കാലഘട്ടം വരെ ലോകത്തിൽ നമ്മുടെ അനുഗ്രഹങ്ങളെ തടയാൻ കഴിയും. പക്ഷേ ആരോട് പരിഭവമില്ലാതെ ദാവീദ് ദൈവത്തെ സേവിച്ചു. ആ ഒരു ഗോത്രത്തിന്റെ രാജാവായി പെറുപെറുപ്പില്ലാതെ, പരാതി പരിഭവത്തിന്റെ കെട്ടുവഴിക്കാതെ ജീവിച്ചപ്പോൾ 40 വർഷം എന്ന് പറയുന്ന ടോട്ടൽ, ആ 40 വർഷം ദാവീദിനെ കുറിച്ച് കുറിക്കുമ്പോൾ 33 വർഷം മുഴുവൻ ഇസ്രായേലിന്റെയും, അതായത് 12 ഗോത്രത്തിന്റെ രാജാവായിരിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഒരുപക്ഷെങ്കിൽ വാഗ്ദത്തം കിട്ടി ദീർഘനാളുകളായി കാത്തിരുന്നു, പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, കിട്ടിയതോ ഒരു അംശം. ദൈവം ഇത്രയേ ഉള്ളോ? ഹല്ലേലൂയ. ഇതിനുവേണ്ടിയാണോ നമ്മൾ പരിഭവിക്കേണ്ട ആവശ്യമില്ല. വിശ്വസ്തയോടെ സേവിച്ചാൽ മതി. ദൈവം അതിന്റെ പൂർണ്ണത ഒന്ന് അനുഗ്രഹിപ്പാൻ ശക്തനായ ദൈവമാണ്. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ ഭക്തൻ അനുഭവിച്ച കഷ്ടത എന്തെന്ന് അറിയില്ല. പക്ഷേ ഇവിടെ തന്റെ പരിചയക്കാരായിരിക്കാം, സ്നേഹിതന്മാരായിരിക്കാം, ആത്മമിത്രങ്ങളായിരിക്കാം, ഹല്ലേലൂയ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൂട്ടുവിശ്വാസികളായിരിക്കാം, ബന്ധുജനമായിരിക്കാം, ചോദിക്കുകയാണ്, നിന്റെ ദൈവം എവിടെ?
ഈ ചോദ്യം ആദ്യമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ നമുക്ക് വലിയ ആവേശമുണ്ടാകും. സ്തോത്രം. ദാവീദ് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ ഒരുപക്ഷെ പറഞ്ഞു കാണും, നിശ്ചയമായിട്ടും ദൈവം എനിക്കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ ഒരു വിഷയത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച ആദ്യ നാളുകൾ വരുന്ന ചോദ്യങ്ങളുടെ നടുവിൽ നമുക്ക് 1000 നാവായിരിക്കും, ധാരാളം വചനങ്ങൾ കോർത്തിണക്കി നമ്മൾ മറുപടി കൊടുക്കും. ഒരുപക്ഷെങ്കിൽ ഞാൻ 3 ഉപവാസത്തിലല്ല 7 ഉപവാസത്തില 21 ദൈവം പ്രവർത്തിക്കും. യേശുവിനെ കുറിച്ചും വചനത്തിലെ ഒത്തിരി അത്ഭുതങ്ങളെ കുറിച്ചും വചനങ്ങൾ കോർത്തിണക്കി ഒരുപക്ഷെ നമ്മൾ മറുപടി കൊടുക്കും. പക്ഷെങ്കിൽ ഉത്തരം കിട്ടാത്ത അനുഭവമായി, ഉത്തരം കിട്ടാത്ത ഹല്ലേലൂയ ഒരു വിഷയവുമായി ആ വിഷയം നമുക്ക് അവശേഷിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ വീണ്ടും തുറന്നുകൊണ്ടിരിക്കുക. അവിടെ വായിക്കുന്നത്, നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പിറകൊണ്ട് അപ്പൊ നാളുകളെടുത്തു ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിതരും ബന്ധുക്കളുമായിരിക്കാം, നമുക്കൊരു മറുപടി കിട്ടുന്നത് സന്തോഷിക്കുന്നവരായിരിക്കാം, നമ്മുടെ ഉയർച്ചയിൽ ആഗ്രഹിക്കുന്നവരും ആനന്ദിക്കുന്നവരുമായിരിക്കാം. പക്ഷെ അവർ പോലും ഒരു ചോദ്യങ്ങൾ നാളുകളായി ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സങ്കടം വരും. പിന്നെ മറുപടിയില്ല, അധരങ്ങളില്ല, വചനങ്ങൾ പറയാൻ കഴിയില്ല. ആദ്യ നാളത്തെ ആവേശം ഒന്നും പിന്നെ നമുക്ക് പറയാൻ കഴിയില്ല. ആദ്യ നാളത്തെ പോലെ വചനങ്ങളെ കോർത്തിണക്കി പറയാൻ കഴിയില്ല. യേശുവിൽ ഒരുപക്ഷെ അഭിമാനത്തോടെ ആ വചനങ്ങളും അത്ഭുതങ്ങളും കോർത്തിണക്കി പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. പിന്നെന്തെയും ആ ചോദ്യത്തിൽ 2 തുള്ളി കണ്ണുനീര്, അതായിരിക്കും മറുപടി. വാക്കുകളില്ല, 2 തുള്ളി കണ്ണുനീര് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ സാഹചര്യമെല്ലാം അതിനർത്ഥം. പക്ഷേ ഇവിടെ അതും കടന്നുപോയി. എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. കണ്ണുനീർ കുടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭക്തൻ എത്തിച്ചേർന്നു. നോക്കൂ, ഉത്തരവില്ലാത്ത ചോദ്യവുമായി ദീർഘനാളുകൾ കടന്നുപോയി. ലോകത്തിന് മറുപടി കൊടുക്കാൻ കഴിയാത്ത രീതിയിൽ നാവ് കുടയുന്ന വാക്കുകളിൽ തപ്പുന്ന ഒരു ഭക്തൻ അവസാനം കണ്ണുനീര് മാത്രമല്ല, അത് രാവും പകലും ആഹാരമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ഭക്തൻ. പ്രൈസ് ഗോഡ്. 10ാം വാക്യത്തിലേക്ക് വന്നാൽ കുറച്ചുകൂടെ രൂക്ഷമായ സാഹചര്യം. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണവനെ നിന്ദിക്കുന്നു. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, 3ാം വാക്യത്തിൽ പക്ഷേ ആത്മമിത്രങ്ങളായിരിക്കാം, അതുപോലെ സഹിക്കാൻ വയ്യ. അതുപോലും ആവർത്തിക്കപ്പെടുമ്പോൾ ഉത്തരവില്ലാത്ത ചോദ്യവുമായി ആ വിഷയത്തിന് വേണ്ടി കാത്തിരുന്ന വർഷങ്ങൾ കഴിയുമ്പോൾ കണ്ണുനീരാ പിന്നെ. പക്ഷെ ഇവിടെ എന്താ, ശത്രു ചോദിക്കുമ്പോൾ അതിനൊരു മുള്ളുമൊനയുണ്ട്, അതിനൊരു ക്രൂരമ്പുണ്ട്. ഒരു പക്ഷേ ഒരു വില്ല് പോലെ തുളച്ചു കയറുന്ന അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്ഥി പൊട്ടുന്ന നിന്നാ വാക്ക. നിന്റെ ദൈവം എവിടെയെന്ന് ശത്രു ചോദിക്കുമ്പോൾ നിന്റെ ആത്മജീവിതം എന്തോ ആയി? നീ വേറിട്ട് ഞങ്ങളൊക്കെ വിട്ടുപോയിട്ട് എന്തായി? കാര്യമായിട്ടൊന്നും നിന്നിൽ മാറ്റങ്ങൾ കാണുന്നില്ലല്ലോ. ഞങ്ങളെക്കാൾ ഒരു അഭിവൃദ്ധി ഒന്നും നിനക്ക് ഉണ്ടായില്ലല്ലോ. ശത്രുവിന്റെ ചോദ്യത്തിന് മുനയാ. ഇന്ന് രാത്രിയിൽ അങ്ങനെയും കുഴയുന്ന പലരുണ്ടല്ലേ. സ്തോത്രം. എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ സഭയിലൊക്കെ കാണും അങ്ങനെയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന ആടത്തും ഉണ്ടാവും. കർത്താവേ, ആഗ്രഹിച്ച വാഗ്ദത്തത്തിന് നിവർത്തിയൊന്നും ഉണ്ടായില്ല, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങും എത്തിയില്ല. അതുകൊണ്ട് ആരാധന മുടങ്ങുന്ന, പ്രാർത്ഥന മുടങ്ങുന്ന ഒത്തിരി പേരുണ്ട്. ചോദ്യങ്ങളുടെ മുമ്പിൽ ആശയക്കുഴപ്പത്തിലാകുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഈ ഭക്തൻ ശത്രുക്കളുടെ വാക്കുകൾ വന്ന് നിന്റെ ദൈവം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം കേട്ടിട്ട് അസ്ഥി പൊട്ടുന്ന നിന്ന വാക്യത്തെ തിരികെ മറുപടി കൊടുക്കാനില്ല. ഹല്ലേലൂയ. ഇങ്ങനെ കുഴയുന്ന ഒരു സാഹചര്യം. പ്രൈസ് ഗോഡ്. പക്ഷേ ഭക്തൻ ഈ സാഹചര്യത്തിൽ മുങ്ങിപ്പോയില്ല. ഇതുപോലെ ലോകസാഗരത്തിൽ നമുക്ക് സാഹചര്യം ഉണ്ടാകാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ, നമുക്കൊക്കെ ഇതുപോലുള്ള വേദനയുടെ അനുഭവം ഉണ്ടാകാം. പങ്കുവെക്കാൻ കഴിയാത്ത മുറിവുള്ള അനുഭവങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, വിങ്ങിപ്പൊട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷെങ്കിൽ ഈ ഭക്തൻ ഇതിനെ എങ്ങനെ അതിജീവിച്ചു എന്ന് വളരെ വേഗത്തിൽ ഓർപ്പിച്ച് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കാം. ഒന്ന്, ഈ ഭക്തൻ ജീവിതത്തിൽ കാത്തിരിക്കുന്ന കാത്തിരിപ്പിൽ ഒരു വസ്തുത മനസ്സിലായി. ഒരു പക്ഷേ നമ്മൾ കുറിക്കുന്ന സമയത്തിനുള്ളിൽ മറുപടി കിട്ടുന്നു വരണമെന്നില്ല. ഒരുപക്ഷെ ദൈവത്തിന് ഡിലേ, അത് അവർക്ക് കാണാൻ കഴിയുന്നത്. മറുപടി തരുവാൻ ദൈവം താമസിക്കുന്നു. ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക്, അതായത് 2 വർഷം മുമ്പ് ഞാൻ വചനം ധ്യാനിച്ചപ്പോൾ ഇയ്യോബിന്റെ പുസ്തകം 23ാം അധ്യായത്തിൽ വളരെ മനോഹരമായ ഒരു ചിത്രം, ഒരുപക്ഷെ ഒരു നാടകീയ രൂപം പോലെ കാണാൻ കഴിയുന്ന ഒരു ഭാഗം. 23ാം അധ്യായം ഇയ്യോബിന്റെ പുസ്തകം. ഹല്ലേലൂയ. മനോഹരമായ വേദഭാഗം ഞാൻ പലവരി വായിച്ചപ്പോൾ വളരെ ഹൃദയംഗമായി തോന്നി. ഞാൻ ആ വചനത്തിന് മുമ്പാകെ പൊട്ടിക്കരഞ്ഞ നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. അതിന്റെ ആദ്യ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തനിക്ക് ഭവിച്ചതൊക്കെ ദൈവത്താലാണെന്ന് താൻ തിരിച്ചറിയുന്നു. 23ാം അധ്യായത്തിന്റെ 1ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഇയ്യോബ് ഉത്തരം പറഞ്ഞെന്നാൽ, ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു, അവന്റെ കൈ എന്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു. ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു. നോക്കൂ, അപ്പൊ ദീർഘനാളുകളായി ഇയ്യോബ് കാത്തിരിക്കുകയാണ്. ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു, മാത്രമല്ല അവന്റെ കൈ എന്റെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ പറയാണ്, ദൈവത്തെ എവിടെ കണ്ടുകിട്ടുമെന്നറിയാം. വേദനിക്കുന്ന നാളിൽ ഒരു കൊച്ച ആലോചന കിട്ടിയാൽ, ഒരു പ്രവചന ദൂത് കിട്ടിയാൽ ആശ്വാസമല്ലേ?
ഹല്ലേലൂയ. ദീർഘനാളുകളായി മഴ പെയ്യാത്ത ഒരു തരിശു ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ കിട്ടുന്ന ഒരു തണുപ്പ് പോലെ, ഒരു നല്ല ഒരു ആർദ്രതമായ കുളിർ അനുഭവം പോലെ ഒരു ദൈവശബ്ദം നമ്മുടെ വേദനിക്കുന്ന അനുഭവത്തിൽ ഉണ്ടാകും നമുക്ക് സന്തോഷം. പക്ഷെങ്കിൽ യുവന് ദീർഘനാളുകൾ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നില്ല, ദൈവം സംസാരിക്കുന്നില്ല. ഇന്നും എന്റെ വേദന കൊടിയതാകുന്നു, അവന്റെ കൈ എന്റെ മുറിവിന്മേൽ അതിഭാരമാകുന്നു. മുറിവിന്മേൽ മുറിവ്, വേദനമേൽ വേദന. യോബ് തന്റെ ജീവിതത്തിന്റെ മുഖം പറയാണ്. താൻ പിന്നീട് വളരെ നാടകീയമായി പറയുന്നുണ്ട്, ദൈവത്തെ എവിടെ കണ്ടുകിട്ടുമെന്ന് അറിഞ്ഞാൽ ചെന്നിട്ട് ഞാൻ എന്റെ വാദഗതി എല്ലാം ഒന്ന് നിരക്കുമായിരുന്നു, എല്ലാം ദൈവസന്നിധി ഞാൻ ഒന്ന് പറയുമായിരുന്നു. സംഭവിച്ച സംഭവം, മക്കൾ നഷ്ടപ്പെട്ടതും, സമ്പത്ത് നഷ്ടപ്പെട്ടതും, ദാസിദാസ്മ നഷ്ടപ്പെട്ടതും, ഭാര്യ തള്ളി പറഞ്ഞതും, ദേഹം വേദനിച്ചതും, കൂട്ടുകാരെ തള്ളി പറഞ്ഞതും, അവര് കുത്തി നോവിച്ചതും, ആത്മാർത്ഥ ഹൃദയത്തെ അറിയാതെ കുത്തി നോവിച്ചതും വേദനിച്ചതും, നീ പുറമെ ഭക്തനല്ലേ, നിന്റെ അകത്ത് എന്തൊക്കെ അശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ എന്നെ കുത്തി നോവിച്ചത്. എനിക്ക് കർത്താവിനോട് ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷെ എവിടെ കിട്ടും എന്റെ കർത്താവിനെ ഒന്ന് കണ്ടുകിട്ടാൻ? ഓ സ്തോത്രം. ഇന്ന് രാത്രിയിൽ എത്ര നന്മയുള്ളവരാ. നമ്മുടെ ഭാഷയും ബൈബിളിൽ നമ്മുടെ കയ്യിലുണ്ടല്ലേ, അനുഗ്രഹീത ദൈവഭക്തന്മാരുടെ കുടുംബ സാന്നിധ്യമുണ്ടല്ലേ. ഇതുപോലെ സൂ പ്ലാറ്റ്ഫോം അടഞ്ഞെങ്കിൽ പോലും, ഒന്നിച്ചുകൂടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇതുപോലെ സൂ പ്ലാറ്റ്ഫോം നമുക്കുണ്ടല്ലോ. ആഗ്രഹിക്കുന്ന ദൈവഭക്തന്മാരുടെ പ്രസംഗം കേൾക്കാൻ എത്ര അവസരമുണ്ടല്ലേ. ഹല്ലേലൂയ. പ്രവാചകന്മാരെ വേണോ, ബൈബിൾ സ്റ്റഡി വേണോ, പാട്ട് വേണോ, പ്രവചനം വേണോ, എന്ത് വേണം, ഇന്ന് സൂ പ്ലാറ്റ്ഫോമിൽ നമുക്കെല്ലാം അവൈലബിൾ ആണ്. ഒരു ലോക്കൽ ചിന്തയിൽ നിന്ന് സഭയിൽ നിന്ന് ഒരു ഗ്ലോബൽ ചിന്തയിലേക്ക് വന്നിരിക്കുക. ഒരു പാനമിക്കിന്റെ കാലഘട്ടമാണെങ്കിൽ സൗഭാഗ്യങ്ങളുടെ കാലഘട്ടം തൊട്ട് നമുക്ക് കാണാൻ കഴിയുമല്ലേ. ഒതുക്കത്തിന്റെ കാലഘട്ടത്തിൽ വിശാല ലോകത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ യോബ് ജീവിച്ച കാലഘട്ടത്തിൽ ബൈബിൾ ഉണ്ടോ? കൂട്ടായ്മയുണ്ടോ? ഹല്ലേലൂയ. കൂടെ വന്നിരിക്കുന്ന സ്നേഹിതന്മാർ കുത്തിനോവിക്കല്ലേ, ഭാര്യ തള്ളി പറഞ്ഞില്ലേ, 10 മക്കളല്ലേ ഒന്നിച്ചു മരിച്ചത്, സമ്പത്ത് മുഴുവൻ പോയില്ലേ, ദാസിദാസന്മാർ ഇഷ്ടപ്പെട്ടില്ലേ. ദൈവം മിണ്ടുന്നുണ്ടോ? ദൈവം മിണ്ടുന്നില്ലല്ലോ. ഇതിന്റെ എല്ലാ നടുവിലും ദൈവം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്, യോബേ മകനെ, നിന്റെ കഷ്ടത ഞാൻ കാണുന്നുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ അറിയാതെ അല്ല ഇതൊന്നും സംഭവിക്കുന്ന ഒരു വാക്ക് കിട്ടിയാൽ ഒരു വലിയ ബലമല്ലേ. പക്ഷെ യോബിന് ഇതൊന്നുമില്ല. ഓ സ്തോത്രം. നമ്മുടെ ജീവിതവും യോബിന്റെ ജീവിതവും തമ്മിൽ ഒന്ന് തട്ടിച്ചു നോക്കണം. എത്ര ഒരു രീതി ചിന്തിച്ചാൽ അസൗകര്യങ്ങളുടെ കാലഘട്ടത്തിൽ, എത്രയോ അപരിഷ്കൃതം എന്ന് ചിന്തിക്കാവുന്ന സൗകര്യങ്ങളില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ച ഭക്തനല്ലേ യോബ്. പ്രൈസ് ഗോഡ്. പക്ഷെ യോബ് പറയുന്നത് അതറിയാമോ? കിഴക്ക് ദൈവം ഉണ്ടെന്ന് ഞാൻ നോക്കി, ഞാൻ കണ്ടു. ഞാൻ കിഴക്കോട്ട് ചെന്നപ്പോൾ ദൈവം അവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് ആ വാക്യം താല്പര്യമുണ്ട് എന്ന് നിങ്ങൾക്കൊന്ന് നോക്കാം. ഞാനത് വായിക്കാം. 8-ാം വാക്യം, യോബ് 23:8. ഞാൻ കിഴക്കോട്ട് ചെന്നാൽ അവൻ അവിടെയില്ല, പടിഞ്ഞാറോട്ട് ചെന്നാൽ അവനെ കാണുകയില്ല, വടക്കവൻ പ്രവർത്തിക്കയിൽ ഞാൻ നോക്കിയിട്ട് അവനെ കാണുന്നില്ല, തെക്കോട്ട് അവൻ തിരിയുന്നു, അവനെ കാണുന്നതുമില്ല. പക്ഷെ 10-ാം വാക്യം, എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എന്താ ഇത് അർത്ഥമാക്കുന്നത്? ദൈവത്തെ കണ്ടുകിട്ടിയാൽ ഞാൻ വാദിക്കും, ഞാൻ എല്ലാം ദൈവത്തോട് പറയും, അക്കമിട്ട് പറയും, എന്റെ സങ്കടമെല്ലാം ഞാൻ പറയും. പക്ഷേ കിഴക്കില്ല ദൈവം, പടിഞ്ഞാറില്ല, തെക്കില്ല, വടക്കില്ല. അവിടെ എല്ലാം യോബ് നോക്കുക, ദൈവത്തെ കാണുന്നില്ല. ആമേൻ. ദൈവമുണ്ടോ? ദൈവമുണ്ട്. അരൂപിയായ ദൈവം, ആത്മാവായ ദൈവത്തെ ഞാൻ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഒന്നും നോക്കി കാണേണ്ടതല്ല. പക്ഷേ യോബ് ഭാവനാ രീതിയിൽ അതൊക്കെ പറയാം. എങ്ങും ദൈവശബ്ദത്തിന് യാതൊരു സാധ്യതയില്ല. എല്ലാം അടയപ്പെട്ടിരിക്കുമ്പോഴും, മറുപടികൾ താമസിക്കുമ്പോഴും 10-ാം വാക്യം പ്രസക്തമാക്കട്ടോ. ദൈവങ്ങളെല്ലാം അടിവരയിട്ട് സൂക്ഷിക്കണം. ദൈവം പോലും മിണ്ടാത്തൊരു സാഹചര്യം. എത്രയോ ആധുനിക ലോകത്തിലെ ഞാൻ നിങ്ങൾ ജീവിക്കുന്നു. പക്ഷെ ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടം. ആരോട് എന്ത് വിവരിക്കാൻ കഴിയും യോബിന്? ഒന്നും വിവരിക്കാൻ കഴിയില്ല. പക്ഷെ 10-ാം വാക്യം പറയുന്നു, ഹല്ലേലൂയ, എങ്കിലും അവൻ എന്റെ വഴി അറിയുന്നു, എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ആമേൻ. ദൈവം പോലും മിണ്ടുന്നില്ലെങ്കിലും ഞാൻ ദൈവത്തിന് വഴി വിട്ടുപോയിട്ടില്ല. അതാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ദൈവനോട് മിണ്ടുന്നില്ല, എല്ലാം അടയപ്പെട്ടിരിക്കുകയാണ്. ആരോടൊന്നും എനിക്ക് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷേ എന്റെ ദൈവം എന്റെ വഴി അറിയുന്നു, ഞാൻ പോകുന്ന വേദനയുടെ പാതാടുന്നു, എന്റെ പാത എന്റെ കർത്താവ് കാണുന്നുണ്ട്. പക്ഷേ അവൻ എന്നെ ശോധന ചെയ്യുന്ന കാലമാ. ഓ പൊന്നുപോലെ ഒരുക്കുന്ന ഒരു കാലഘട്ടമാ. ഒരു ദിവസം ഞാൻ പൊന്നുപോലെ പുറത്തു വരുന്ന നിമിഷമുണ്ട്. ആമേൻ. ദൈവം കേൾക്കാൻ അവസരമില്ലെങ്കിലും അകത്ത് ദൈവം തന്നിരിക്കുന്ന ദർശനങ്ങൾ, അകത്ത് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയ വീര്യം, അത് സൂക്ഷിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, എന്റെ ദൈവനോട് പറയുന്നില്ലെങ്കിൽ പോലും അവൻ എന്റെ വഴി അറിയുന്നു, ഞാൻ പോകുന്ന പാത അറിയുന്നു, ഞാൻ പോകുന്ന സാഹചര്യം അറിയുന്നു. സ്തോത്രം. അവൻ എന്റെ പൊന്നുപോലെ പുറത്തു വരത്തക്കവണ്ണം ശോധന ചെയ്യുന്ന ഒരു കാലഘട്ടം. ആമേൻ. ഡിലേ ഈസ് നോട്ട് ഡിനയൽ. പ്രിയമുള്ളവരെ, ഡിലേ ഈസ് നോട്ട് ഡിനയൽ. നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു ഒക്കെ. ഹല്ലേലൂയ. 3 മറുപടി ഉണ്ടെന്ന് അറിയാം. ദൈവദാസനെ പഠിപ്പിച്ചിട്ടുണ്ടാവും. യെസ്, വെയിറ്റ്, നോ. അത് യെസ് വേഗത്തിൽ കിട്ടും,
വെയിറ്റ് താമസിച്ചിട്ടുണ്ട്. പക്ഷെ നോ പറഞ്ഞാൽ നമുക്ക് പരിഭവം ഉണ്ടോ? ഇല്ല. ദൈവത്തോട് പരിഭവം ഇല്ല. നോ എന്ന് പറഞ്ഞാൽ പരിഭവം ഇല്ല. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ദൈവം എന്നോട് നോ എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾക്ക്, എനിക്ക് മറുപടി ഇല്ലാത്ത വിഷയങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എന്റെ ദൈവത്തോട് ചോദിക്കാൻ അവസരം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തോടൊക്കെ ചോദിച്ച് പറയും, ലോർഡ്, താങ്ക് യു ലോർഡ് ഫോർ മൈ അൺആൻസ്വേർഡ് പ്രേയേഴ്സ്. താങ്ക് യു ലോർഡ് ഫോർ മൈ അൺആൻസ്വേർഡ് പ്രേയേഴ്സ്. എനിക്ക് മറുപടി തരാത്ത വിഷയങ്ങൾക്കെല്ലാം നന്ദി പറയുന്നു. ദൈവത്തോട് പറയുമെന്ന് അങ്ങനെ അവസരം ഉണ്ടെങ്കിൽ യേശു വൈറ്റും കിട്ടുമല്ലേ ഏതായാലും. പക്ഷേ ദൈവം ഏതെങ്കിലും ഒരു പ്രാർത്ഥന വിഷയത്തിൽ നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയും. താങ്ക് യു ലോർഡ് ഫോർ മൈ അൺആൻസ്വേർഡ് പ്രേയേഴ്സ്. എന്താ കാര്യം? മറുപടി കിട്ടാത്ത വിഷയങ്ങൾ അവിടെ ഞാൻ ഞെരകിയതും കരഞ്ഞതും ഉപസിച്ചതും ദൈവത്തോട് ചേർന്നിരുന്നതുമായിരിക്കാം ഒരു പക്ഷെങ്കിൽ എന്നെ നിത്യതയിലെത്തിക്കാൻ പ്രധാനമായ ഒരു ഘടകമായി തീർന്നത്. അതിൽ സന്തോഷിക്കുന്നവർക്ക് അത് പക്വതയുടെ അനുഭവമാണ്. പക്വതയുടെ ഒരു മാച്യൂരിറ്റി ക്രിസ്ത്യൻ ലൈഫിന്റെ പ്രത്യേകതയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി കിട്ടിയില്ലെങ്കിലും അതിനും താങ്ക്സ് പറയാൻ കർത്താവേ, ആ വേദനിക്കുന്ന ഹൃദയം അതാണ് എന്നോട് ദൈവത്തോട് ചേർത്ത് നിർത്തിയത്. ആമേൻ. ഹല്ലേലൂയ. 119 സംഘത്തിന് 71 വാക്യം. ഹല്ലേലൂയ. 1988 ഞാൻ രണ്ട് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട്, ഞാൻ മണക്കാല ബൈബിൾ കോളേജ് 3-ാം വർഷം പഠിക്കുമ്പോൾ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് ഞാൻ അന്ധനായി വീട്ടിൽ 40 ദിവസം കിടന്ന സന്ദർഭത്തിൽ ദൈവം എന്നോട് പറഞ്ഞൊരു വാക്യമാണ്, സ്തോത്രം, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. ആമേൻ. കഷ്ടത നാളുകൾ സുഖകരമല്ലെങ്കിലും കഷ്ടത കടന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ തിരിഞ്ഞു നോക്കി പറയാൻ കഴിയും, കർത്താവേ, വന്നത് ഉപകാരം, കാരണം നിന്റെ ചട്ടം ഞാൻ പഠിച്ചു. എന്റെ പ്രാർത്ഥനാ ജീവിതം, എന്റെ വചന ധ്യാനം, എന്റെ ആത്മജീവിതം, എന്റെ അലസതകളൊക്കെ മാറ്റി എന്നെ ഒന്ന് പണിതെടുക്കുവാൻ, ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുവാൻ ആ കഷ്ടതകൾക്ക് നിമിത്തമായി തീർന്നു എന്ന് ദൈവത്തിന് പറയാൻ കഴിയും. ഈ പരിജ്ഞാനമുള്ള ഹൃദയം ഉള്ള ദൈവമക്കളായി ദൈവം നമ്മളെപ്പോഴും നിലനിർത്തട്ടെ പ്രത്യേകം പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണമേ, ചില ഡിനേൽ ഉണ്ടായേക്കാം. പക്ഷെ ഈ ഭക്തൻ 42-ാം സംഘത്തിൽ എന്താ ചെയ്തത്? ആമേൻ. ഹല്ലേലൂയ. ഒന്ന്, താൻ പറയാണ്, ദൈവസന്നിധാനമാണ് എന്റെ ആശ്രയം. ദൈവസന്നിധാനമാണ് എന്റെ ആശ്രയം. നമുക്ക് നോക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധാനം നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ അല്ല പ്രിയമുള്ളവരെ. അത് ദൈവസന്നിധാനം നമ്മുടെ ഏറ്റവും പ്രധാന ഘടകമാണ്. ഏത് വേദനിക്കുന്ന നടുവിലും, ഏതൊരു പാൻഡമിക്കിന്റെ കാലത്തും, ഏത് വിഷാദമുഖ സന്ദർഭത്തിലും ദൈവസന്നിധാനമാണ് നമ്മുടെ ഏറ്റവും വലിയ ആശ്രയം. ഹല്ലേലൂയ. 27-ാം സംഘത്തിലെ 4-ാം വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല, അവിടെ വായിക്കുന്നുണ്ട്. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു. 27:4 സാംസ് 27:4. ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്തെ കാണുവാനും അവരുടെ മന്ദിരത്തെ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കണം തന്നെ. നോക്കൂ, ഒരു ഭക്തന്റെ ദൈവസന്നിധാനത്തെ കുറിച്ചുള്ള ബോധം. 122-ാം സംഘത്തിന് 1-ാം വാക്യം എന്താ പറയുന്നത്? സാംസ് 122:1 എന്താ പറയുന്നത്? യഹോവയുടെ ആലയത്തിലേക്ക് പോകാമെന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. യഹോവയുടെ ആലയത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ അത് പങ്കിടുക മറ്റൊരു വ്യക്തിയോട്. കേട്ട ആൾക്കും സന്തോഷം. ഹല്ലേലൂയ. പോകാൻ, ആരാധിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടം അത് കേട്ടപ്പോൾ സന്തോഷിക്കുന്ന ഒരു സങ്കീർത്തനക്കാരൻ ഇന്ന് രാത്രിയിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. ആമേൻ. ഹല്ലേലൂയ. ദൈവാരാധന നമുക്കൊരു ബോറിംഗ് ആണോ? പ്രാർത്ഥന ബോറിംഗ് ആണോ? വചനധ്യാനത്തിൽ ഉറക്കം വരുന്നുണ്ടോ? കൂട്ടായ്മകൾക്ക് സങ്കടമാണോ? അതോ ഇന്ന് രാത്രി ദൈവസന്നിധാനം നമുക്കൊരു എരിവാണോ? നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവനെ തിന്നു കളഞ്ഞു. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 10:9-10 വാക്യം വായിക്കും. മനോഹരമായ ഒരു ചിത്രം കാണുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 10:9-10. അപ്പോസ്തലപ്രവൃത്തി 10:9-10. ഞാനത് ഇങ്ങനെ ഒന്ന് ഭാവന പറഞ്ഞു നിർത്താം. അപ്പൊ പത്രോസ് ഒരു പക്ഷെങ്കിൽ ഞങ്ങളൊക്കെ പണ്ട് ചെയ്തതുപോലെ, ഒരു പക്ഷെങ്കിൽ ഇന്ന് ദൈവമക്കൾ ചെയ്യുന്ന പോലെ, നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് വിസിറ്റ് എല്ലാം കഴിഞ്ഞ്, ഹൗസ് വിസിറ്റ് എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്ത് ഭക്ഷണം കത്താൻ വേണ്ടി നമ്മൾ വായിക്കുന്നു 6-ാം മണി നേരത്ത് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിയാണ്. 6-ാം മണി എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ സമയം നോക്കുമ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണ്. അപ്പോസ്തലനായ പത്രോസ് ഭവനത്തിൽ വന്നു. നന്നായി വിശക്കുന്നു എഴുതിയിട്ടുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 10:9-10. നന്നായി വിശക്കുന്നു, പക്ഷെ ഭക്ഷണിക്കാൻ ഒന്നുമില്ല. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്തു? ഓക്കെ, വിശന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് കിടന്ന് വിശ്രമിക്കും, അല്ലെങ്കിൽ ഒന്ന് ഇരുന്ന് വിശ്രമിക്കും. പക്ഷേ പത്രോസ് ശ്ലീഹ എന്ത് ചെയ്യുന്നറിയാമോ? വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കാൻ. അവിടെ എന്ത് ചെയ്യുക? വളരെ വിശന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. ഭക്ഷണം ഉണ്ടാക്കാൻ താമസമുണ്ട് എന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വാക്യം വായിച്ചത്. ഭക്ഷണം ഉണ്ടാക്കുന്നതേ ഉള്ളൂ, തീർന്നിട്ടില്ല. വിശക്കുന്നുണ്ട്, ക്ഷീണിച്ചു, ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു. ആ സന്ദർഭത്തിൽ ആ ഭക്തൻ പ്രാർത്ഥിക്കാൻ കയറി. നമ്മളൊന്നും ചെയ്യത്തില്ല. ഒരു പക്ഷെങ്കിൽ നമ്മള്, കർത്താവെ, ഞാൻ വേല ചെയ്ത് ക്ഷീണിച്ചു വന്നേരി, ഞാൻ കുറച്ചേരം വിശ്രമിക്കട്ടെ, അല്ലെങ്കിൽ വന്നപ്പോ ഭക്ഷണം ആയില്ലല്ലോ എന്ന് വേണമെങ്കിൽ പോയി ശാസിക്കാം. ഇതൊന്നും പത്രോസ് ചെയ്തില്ല. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചു, ക്ഷീണമുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴേക്കും താൻ എന്ത് ചെയ്തു? വെൺമാടത്തിൽ കയറി പ്രാർത്ഥിക്കാൻ.
സ്തോത്രം. ഹല്ലേലൂയ. തനിക്കൊരു വിവശതയുണ്ടായി. അവിടെയാണ് കൊർന്നേലിയോസ് വീട്ടിനെ കുറിച്ചുള്ള ദർശനം കൊടുത്തത്. നമ്മുടേത് ചിന്തിക്കുന്ന നമ്മുടെ പ്രൈവറ്റ് ടൈം, നമ്മുടെ പേഴ്സണൽ ടൈം, മൈ പേഴ്സണൽ ടൈം നമ്മൾ പറയുമല്ലോ. എന്റെ പ്രൈവസി ആയിരുന്നു, എന്റെ പ്രൈവസിയിലേക്ക് ആരും വരുന്നത് നമ്മൾ പറയാറില്ലേ? നമ്മുടെ പ്രൈവസി പോലും ദൈവത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? മൈ പ്രൈവറ്റ് ടൈം എന്ന് പറഞ്ഞ സമയം പോലും ദൈവസന്നിധാനത്തിൽ ചെലവഴിക്കാൻ കഴിയുമോ? അങ്ങനെയുള്ളവർക്കാണ് കൊർന്നേലിയോസിനെ പോലെയുള്ളവർക്കെ കുറിച്ചുള്ള ഒരു ജാതീയ ലോകത്തെ കുറിച്ചുള്ള വലിയ ദർശനം കിട്ടുന്നത്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, വിശക്കുമ്പോഴും ഭക്ഷണം താമസിച്ചാലും വെൺമാർത്തി കയറി പ്രാർത്ഥിച്ചവന് ദൈവസന്നിധാനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞതുപോലെ ആമേൻ, ഒരു വലിയ ദൈവസാന്നിധ്യത്തിന്റെ നിറവ് നമുക്കുണ്ട്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, വേദനയുടെയും സങ്കടത്തിന്റെ നടുവിൽ ദൈവസന്നിധാനമാണ് നമ്മുടെ ആശ്രയം. ഓടിച്ചെന്ന് ദൈവസന്നിധി മുട്ടുമടക്കുക, ഓടിച്ചെന്ന് വചനം ധ്യാനിക്കുക, ഓടിച്ചെന്ന് കർത്താവിനോട് പറയുക. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. നമുക്കറിയാം, ഇബ്താഹിനെ കുറിച്ച് അറിയാൻ, വേശ്യാപുത്രനാണ്, സഹോദരന്മാർ ഓടിച്ചു വിട്ടതാ. ഹല്ലേലൂയ. ഗിലെയാദ് പ്രദേശത്തൊക്കെ പോയി സാധാരണ ആൾക്കാരെ കൂട്ടിയാണ് ജീവിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ കഷ്ടത്തിന്റെ നാളില് ഈ ഗോത്രപിതാക്കന്മാരെല്ലാം ചെന്ന് ഇബ്താഹിനോട് പറഞ്ഞു, ഞങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കുന്നു, നീ വന്ന് ഞങ്ങളെ സഹായിക്കണം. ഇബ്താഹ് ചെന്നു. ഹല്ലേലൂയ. കേറി യുദ്ധം ചെയ്തില്ല, കേറി ന്യായാധിപനൊന്നും ആകാൻ പോയില്ല. നമ്മൾ വായിക്കുന്നു, മിസ്പയിൽ ചെന്ന് ദൈവസന്നിധിയിൽ തന്റെ കാര്യമെല്ലാം ദൈവത്തോട് ബോധിപ്പിച്ചു. ദൈവമേ, ഞാൻ ജനിച്ചത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. ഞാൻ വേശ്യാപുത്രനാണ് ജനിച്ചത്, എന്റെ സഹോദരന്മാരെന്നെ തള്ളി, ഞാൻ ആരോരുമില്ലാതെ ഉണ്ടെന്ന് നടന്നു. എങ്കിലും ആ ജനത്തിന്റെ കഷ്ടത്തിനാൾ വരെ തെരഞ്ഞെടുത്തന്നെ എന്നെ തേടി വന്നിരിക്കുകയാണ്. ഞാൻ അവർക്ക് ന്യായാധിപനാകുന്നതിന് മുമ്പ്, ഞാൻ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് മുമ്പ്, എന്റെ കർത്താവേ, അങ്ങയോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. മിസ്പയിൽ ചെന്ന് തന്റെ സങ്കടമെല്ലാം ദൈവത്തോട് പറഞ്ഞു. എന്നിട്ടാ പോയി ന്യായാധിപനായത് യുദ്ധം ചെയ്തു. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ആരും കാണുന്നില്ലെങ്കിലും ചരിത്രത്തിരിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും കേട്ടോ. നമ്മുടെ സങ്കടങ്ങളെല്ലാം ദൈവത്തോട് പറയുന്ന ഒരു സ്വഭാവം നമ്മൾ എടുക്കുക. ആരും കാണുന്നില്ലെങ്കിലും സങ്കടങ്ങളെ ചെന്ന് ദൈവത്തിൽ പറയാം. മിസ്പയിൽ ചെന്ന് ഇബ്താഹെല്ലാം ദൈവത്തോട് പറഞ്ഞു. ആമേ, തുറന്നു പറയാൻ കേട്ടോ. മനുഷ്യരോട് പറയാൻ കഴിയാത്തതെല്ലാം ദൈവത്തോടൊന്ന് പറയാം. ഹല്ലേലൂയ. അതാണ് ദൈവസന്നിധാനത്തിന്റെ പ്രത്യേകത. പ്രൈസ് ലോർഡ്. ഒരിക്കൽ നെഹമ്യാവ് യെരുശലേമിനും അതിലെല്ലാം ഭിത്തികൾ തകർന്നു കിടക്കുക. ഹല്ലേലൂയ. തനിക്ക് വലിയ പൊള്ളുന്ന വേദനയുണ്ട്. പ്രൈസ് ലോർഡ്. രാജാവ് ഇച്ചിരി അവധി തന്നാൽ അവിടെ യെരുശലേമിൽ ചെന്ന് പണിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയും കാര്യങ്ങളൊക്കെ തിരക്കുകയും ചെയ്യുക. പ്രൈസ് ഗോഡ്. അത് എന്ന് ഹല്ലേലൂയ രാജാവിനോട് നേരിട്ട് പറയാൻ അദ്ദേഹം ശങ്കിച്ചു. നമ്മളെ നെഹമ്യാ 1-ാം അധ്യായത്തിന് അവസാന വാക്യം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, രാത്രി ദൈവത്തിൽ പറഞ്ഞ്, കർത്താവേ, ആ മനുഷ്യന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ, ആ മനുഷ്യന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ. യെരുശലേമിലെ കാര്യമെല്ലാം പറഞ്ഞെനിക്ക് ലീവ് മേടിക്കാൻ പറ്റില്ല, പക്ഷെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ. ഞാൻ പറയുന്നതിന് മുമ്പ് ചില തുടക്കങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ കൊടുക്കണമേ. നമുക്ക് നമ്മുടെ ദൈവത്തോട് എല്ലാം പറയാൻ കേട്ടോ. എല്ലാം മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല. പക്ഷേ രാത്രിയുടെ യാമങ്ങളിൽ, പകൽക്കാര്യങ്ങൾ വേദനിക്കുമ്പോൾ, ഹല്ലേലൂയ, ഹൃദയം തകരുമ്പോൾ നമ്മുടെ അപ്പച്ചനോട് എല്ലാം തുറന്നു പറയണം. പ്രൈസ് ഗോഡ്. കേൾക്കാൻ താല്പര്യമുള്ള ഒരു കർത്താവ്, നമ്മളെ അണച്ച് നമ്മെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ്. ഇന്ന് രാത്രി അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് പോലും ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു നല്ല സ്നേഹിതനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു. എന്നിട്ട് എന്തോ പറഞ്ഞു? ശിശുക്കളെ തടയരുത്, അവരെങ്കിൽ വിടുക. കർത്താവരെ ചേർത്തു, അണച്ചു, കൈവച്ചു, അനുഗ്രഹിച്ചു എന്ന് വായിക്കും. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ദൈവസന്നിധാനത്തിന്റെ മഹത്വം കാണണം. അവിടേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകീകരിക്കണം. ഇന്ന് രാത്രി അത് ശീലമാക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ എന്ന് വേഗത്തിൽ ഞാൻ ഓർപ്പിച്ച് മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. 1-2 വ്യക്തിയിൽ നമുക്ക് പെട്ടെന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ഹന്ന, നമുക്കറിയാം ഹന്നയുടെ ജീവിതം. എടുത്ത് വാക്യം വായിക്കുന്നില്ല. ശമൂവേൽ 1-ാം പുസ്തകമാണ്, നമുക്കറിയാം. 1-ാം അധ്യായം നമുക്കറിയാം. അവിടെ ഹന്നയുടെ ഹൃദയത്തിന്റെ വേദന എന്ന് പറഞ്ഞ ഒരു തലമുറയില്ലെന്നുള്ളതാണ്. പ്രൈസ് ലോർഡ്. എന്റെ ഫോക്കസ് വിഷയത്തിൽ മാത്രം ഞാൻ നിൽക്കട്ടെ. സ്തോത്രം. ഹന്നയുടെ വിഷയം ഒരു പൈതലില്ലെന്നുള്ളതാണ്. നല്ല അമ്പോറ്റിയ ഒരു ഭർത്താവ്. ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ല എന്ന് പറഞ്ഞാൽ നുള്ളി വേദനിക്കാറില്ല. ഒരു വാക്ക് കൊണ്ട് പോലും ഹന്നയുടെ ഹൃദയത്തെ വേദനിപ്പിക്കും. കാരണം ഹന്നയുടെ വേദനയുടെ ആഴം ഏൽക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് സ്തോത്രം, ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ എത്ര കരുതല്, എത്ര സ്നേഹം, എപ്പോഴും ആർദ്രതയും, അവളുടെ ഹൃദയം ഒന്നും വിഷമിക്കാൻ പോലും, ഒന്നും വാടാൻ പോലും അനുഭവിക്കാത്ത അത്ര കെയർഫുൾ ആയിട്ടുള്ള സ്നേഹം മാത്രം കൊടുക്കുന്ന ഒരു ഭർത്താവ്. പക്ഷെ അതും പ്രശ്നപരിഹാരമല്ലോ. അത് പ്രശ്നപരിഹാരമല്ല. കുറച്ചാൾ പട്ടിണി കിടന്നു നോക്കി, കരഞ്ഞു നോക്കി, അതും പരിഹാരമല്ല. അവസാനം അവൾ ദൈവാലയത്തിൽ ചെന്നു, ഹൃദയം ദൈവത്തിൽ പകർന്നു. അവിടെ ഹൃദയം പകർന്നു എന്നാ വായിക്കും. അവളുടെ സംഘടനകളെല്ലാം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, സാഹചര്യങ്ങൾ അറിയുന്നല്ലോ. അവൾക്കൊരു തിരിച്ചറിവുണ്ടായി. അത് നമുക്ക് പലപ്പോഴും ഉണ്ടാകും. നമുക്കൊരു വിഷയത്തിൽ നമ്മൾ സ്വാർത്ഥര, കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അനുഭവിക്കുക. പക്ഷേ ഹന്നയുടെ പ്രാർത്ഥനയിൽ, കർത്താവേ, എനിക്കൊരു പൈതലിനെ ആവശ്യമുള്ളതുപോലെ ദൈവത്തിന് ആ തലമുറയിൽ ആ ജനത്തോട് സംസാരിക്കാൻ ഒരു വ്യക്തിയെ ആവശ്യമുണ്ട്. ഹന്നയ്ക്കൊരു പൈതലില്ലാത്തതുപോലെ വചനം ദുർലഭമായ ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ ഏലി
ഭരിക്കുന്ന അല്ലെങ്കിൽ ന്യായപാലനം ചെയ്യുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് ജനത്തോട് സംസാരിക്കാൻ ദൈവത്തിന് ഒരു പുരുഷനില്ല, ഇവർക്കൊരു സന്താനവുമില്ല. അപ്പൊ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പൊള്ളുന്ന വേദന ഹന്ന തിരിച്ചറിഞ്ഞു. ആമേൻ. പൊള്ളുന്ന ഹൃദയത്തിന് മാത്രമേ മറ്റൊരു പൊള്ളുന്ന ഹൃദയത്തെ തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. തലമുറയില്ലെന്നുള്ളതാണ് ഹന്നയുടെ വിഷയം. പക്ഷേ ആ കാലഘട്ടത്തോട് സംസാരിക്കാൻ ദൈവത്തിനൊരു പുരുഷനില്ല. ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വേദനയും ഹന്ന തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ആ രീതിയിൽ എന്റെ നിങ്ങളുടെ പ്രാർത്ഥനയും എന്റെ നിങ്ങളുടെ വേദനയും ഇല്ലായ്മയും തിരിച്ചറിയാൻ കഴിയുന്നോ? ഇന്ന് രാത്രി പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ വലുതാ, പക്ഷേ ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ആഗ്രഹം തിരിച്ചറിയുന്നുണ്ടോ? മറ്റുള്ള വേദന തിരിച്ചറിയുന്നുണ്ടോ? ഹന്ന പറയുന്ന എനിക്കൊരു സന്താനമില്ല. അതുപോലെ ദൈവമേ, ആ കാലഘട്ടത്തോട് സംസാരിക്കാൻ ദൈവത്തിന്റെ കരയത്തിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുരുഷന് ദൈവത്തിന് കഴിയില്ല. അതുകൊണ്ട് ഹന്ന ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു പുരുഷ സന്താനത്തെ എനിക്ക് തന്നാൽ ജീവിതകാലം വളർത്തി അവനെ വലുതാക്കി അവരിലൂടെ നന്മ പ്രാപിക്കാനല്ല, ഒരു സന്താനത്തെ തന്നാൽ അത് കർത്താവെ അങ്ങേക്ക് തരാം. ആമേൻ. എത്ര വലിയ ദർശനം അല്ലെ! ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആവശ്യത്തെ തിരിച്ചറിയുന്ന ഇല്ലായ്മയുള്ള ശൂന്യതയുള്ള ഒരു ഹന്നയുടെ ഹൃദയം. ആമേൻ. ഇന്ന് രാത്രിയിൽ നമ്മുടെ ദർശനം സ്വാർത്ഥതയുടെ ദർശനമാണോ? നമ്മുടെ ആവശ്യങ്ങളുടെ പ്രാർത്ഥന സ്വാർത്ഥതയുടെയാണോ? ഇന്ന് രാത്രി ദൈവം എനിക്ക് നന്മ തന്നാൽ കർത്താവ് ദൈവനാമത്തിന് മഹത്വത്തിന് എന്ന് പറയുവാൻ കഴിയുമോ? ദൈവം തന്നതൊക്കെ നമ്മൾ അനുഭവിച്ചു തീർക്കുന്നവരോ അതോ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നവരോ? ഹന്നയ്ക്ക് തന്റെ ശൂന്യത മനസ്സിലായി. പക്ഷേ ആ കാലഘട്ടത്തോട് സംസാരിക്കാൻ ദൈവത്തിനൊരു മനുഷ്യനില്ല എന്നുള്ള ദൈവഹൃദയത്തിന്റെ പൊള്ളുന്ന വേദനയും അവൾ തിരിച്ചറിഞ്ഞു. അത് തന്നാൽ ദൈവമേ അങ്ങക്ക് അത് ചെയ്തല്ലോ. 1-ാം അധ്യായം തീരുമ്പോൾ എന്താ വായിക്കുന്നത്? ആ കുഞ്ഞിനുമായിട്ടും ഹല്ലേലൂയ, ആ കുഞ്ഞിനെ യാഗമർപ്പിക്കാൻ ആ യാഗവസ്തുമായി ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ പ്രതിഷ്ഠിച്ച് പറയാണ്, ഈ ബാലനായിട്ട് അത്രേ ഞാൻ നിന്നോട് അപേക്ഷിച്ചത്, നീ എനിക്ക് തന്നു, ഇതാ അങ്ങോട്ട് ഞാൻ പ്രതിഷ്ഠിച്ചതുപോലെ അങ്ങയുടെ ആലയത്തിലേക്ക് ഞാൻ തരുന്നു. ദൈവത്തിന് വേണ്ടി കൊടുക്കുക. ആ കാലഘട്ടത്തോട് സംസാരിക്കുന്ന പ്രവാചകനെ, ഒരു നല്ല ന്യായാധിപന് ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് അവളെ തിരിച്ചറിഞ്ഞു. അവൾക്കില്ലായ്മയുണ്ട്, അവൾക്ക് സന്താനമില്ലെന്നറിയാം. പക്ഷെങ്കിൽ ആ തലമുറയോടും ആ സമൂഹത്തോടും സംസാരിക്കാൻ ദൈവത്തിന്റെ കരത്തിൽ ഒരു പുരുഷന്റെ ആവശ്യം ദൈവം തിരിച്ചറിഞ്ഞു. അതിനവൾ പറയാണ്, ദൈവമേ, ഈ ബാലനായിട്ടാണ് ഞാൻ അപേക്ഷിച്ചത്, ഇതാ ഞാൻ അവനെ അങ്ങേ കൊണ്ടുവന്നിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ ആണ്ടിൽ ഒരിക്കൽ വന്ന് കണ്ടോളാം. ദൈവത്തിന് ഒരു മനുഷ്യനെ ആവശ്യമില്ല, ഇത് ഞാൻ തരിക ദൈവത്തിന്. ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയം സ്വാർത്ഥതയുടെ ഹൃദയമാണോ അതോ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഹൃദയമാണോ? പ്രിയമുള്ളവരെ, ഈ തലമുറയിൽ നമുക്കറിയാം വേദനിക്കുന്ന ഹൃദയങ്ങളുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥന നമുക്കുള്ളത് ഒക്കെ ഷെയർ ചെയ്യാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് എന്നതുപോലെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 73-ാം സംഘത്തിൽ മറ്റൊരു വിഷയമാണ്. അവിടെ ആസാഫ, ഞാൻ വാക്കിലെ പെട്ടെന്ന് നിർത്താം, എനിക്കറിയാം സമയം തീർന്നു. ആസാഫിന്റെ ജീവിതത്തിൽ ഇല്ലായ്മയൊന്നുമല്ല, ആശയക്കുഴപ്പമാണ്. ആശയക്കുഴപ്പം. എന്താ ആശയക്കുഴപ്പം? ആസാഫിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അവിടെ അസൂയ തോന്നുക. കാരണം ദുഷ്ടന്റെ അഭിവൃദ്ധിയും ഭക്തന്റെ കഷ്ടതയും അങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് തോന്നാറുണ്ടല്ലോ, കർത്താവിനെ വേണ്ടാത്തവന്റെ ഉയർച്ച, അവര് അതുവാകുന്നു ഇതുവാകുന്നു, ഒരു പ്രശ്നമില്ല, അവർക്ക് രോഗമില്ല, കെടുതിയില്ല, ഒന്നും അഭിവൃദ്ധി, ഞാൻ ദൈവത്തെ വിളിക്കാൻ തുടങ്ങിയിട്ടോ എന്റെ ഗതി ഇപ്പോഴേക്ക് അല്ലെ. ഇത് നമ്മളെ തുടങ്ങിയതല്ല. ആസാമിനുണ്ടായിരുന്നു. ആസാഫ് അനുഗ്രഹീതനായ സംഗീത പ്രമാണിയാണ്, ഗായകനാണ്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവഭക്തനാണ്. ദുഷ്ടന്റെ അഭിവൃദ്ധി, അവന്റെ സൗഖ്യം, ഭക്തന്റെ കഷ്ടത. 16-ാം വാക്യം നമ്മൾ നോക്കിയാൽ 73-ാം സംഘത്തിനും 16-ാം വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് ഗ്രഹിക്കാൻ ഞാൻ മനസ്സ് വെച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി. തനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്ക് ഇങ്ങനെ പലതും നമുക്ക് പിടികിട്ടുന്നില്ല. ഹല്ലേലൂയ. ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ പിടികിട്ടുന്നില്ല നമുക്ക്. ആമേൻ. അത് ഗ്രഹിക്കാൻ മനസ്സ് വെച്ചപ്പോൾ പ്രയാസമായി തോന്നി. പക്ഷെ അടുത്ത വാക്യം എന്താ പറയുന്നത്? ഭൂമി ഭൗമിക തലത്തിൽ നോക്കിയപ്പോൾ മനസ്സിലാകുന്നില്ല ഇതെന്താ അതിന്റെ കാര്യം. പക്ഷെ അടുത്ത വാക്യം പറയുന്നു, ദൈവസന്നിധിയിൽ അവനാരാ ഞാനാരാ, അവന്റെ ഭാവി എന്താ എന്റെ ഭാവി എന്താ എന്ന് വെച്ച് നോക്കിയപ്പോൾ തനിക്ക് പിടികിട്ടി. ഹി ഈസ് ഇൻ സിംപ്ലി പ്ലേസ്. അവൻ എവിടെയാണ്? വഴുവഴുപ്പിൽ നിൽക്കുന്നു. പിന്നെ അവന്റെ നാശത്തെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. 2-3 വാക്യം താഴെ കഴിയുമ്പോൾ അതിന് 23-24 വാക്യങ്ങൾ പറയുന്നു. ആസാ പറയാണ്, തനിക്ക് ചില വേദന പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ഭാവി, തന്റെ ജീവിതമൊക്കെ നോക്കിയപ്പോൾ, സംരക്ഷണം നോക്കിയപ്പോൾ എത്രമാത്രം സൗഭാഗ്യമായ അനുഭവത്തിലെത്താനായിരിക്കും എനിക്ക് മനസ്സിലായി. താൻ പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു, അവന്റെ വലം കൈ എന്നെ പിടിച്ചിരിക്കുന്നു, തന്റെ ആലോചനയാൽ എന്നെ നടത്തുന്നു, പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് നയിക്കുന്നു. 4 കാര്യമാണ് പറയുന്നത്. പക്ഷെ ദുഷ്ടനെ കുറിച്ച് പറയുന്നത്, ഭൂമിയിൽ അവന് രോഗമില്ല, കെടുതിയില്ല, പ്രശ്നമില്ല, ഒന്നുമില്ലെന്ന് തോന്നിയാലും ഹീസ് ഇൻ എ സിംപ്ലി പ്ലേസ്. അവരിവിടെ വഴുവഴുപ്പില്ല. അവൻ നാശത്തിലേക്ക് വീട് തകരും അവിടെ അവസാനിക്കുമ്പോൾ. ഒരു ഭക്തന് ഒരുപക്ഷെ നിർവചിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവൻ ഇരിക്കുന്ന ദൈവസന്നിധിയിലാണ്. അവനെ പിടിച്ചിരിക്കുന്ന കരം ദൈവത്തിന്റെ കരമാണ്. അവനെ നയിക്കുന്ന ആലോചന ദൈവത്തിന്റെ ആലോചനയാണ്. അവന്റെ ഭാവി എന്താ?
പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. ആമേൻ, ഹല്ലേലൂയ. 2 തെസ്സലോനി 2:14 വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവത്തിന്റെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ ദൈവം നിങ്ങളെ വിളിച്ചത്. ആമേൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം നമ്മുടെ വലുത്, നമ്മുടെ നിത്യതയാണ് വലുത്. ഇന്ന് രാത്രി പ്രിയമുള്ളത്, നമ്മളെ പിടിച്ചിരിക്കുന്ന കര ദൈവത്തിന്റെ കരമാ, നാം ഇരിക്കുന്ന ദൈവസന്നിധാനമാ. എന്ത് വിഷയത്തിന് നടുവിൽ ദൈവസന്നിധാനമാണ് എന്റെ ആശ്രയം എന്ന് പറയുന്ന ഒരു ആത്മീയ സംസ്കാരം നമുക്ക് പണിതെടുക്കാം. ഹല്ലേലൂയ. അവിടെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മെ അറിയുന്ന ഒരു സർവജ്ഞനായ ദൈവം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസിൽ കിടന്നപ്പോൾ എന്ത് ചെയ്തു? പിറുപിറുത്തോ, കർത്താവേ 90 വയസ്സ് കഴിഞ്ഞ എനിക്ക് ഇതൊക്കെയാന്ന് വെച്ചിരിക്കുന്നത്. തിളച്ചെണ്ണ, പത്മോസിൽ ഏകാന്തത, വിഷജന്തുക്കൾ, ഏകാന്തത. ഞാന് അപ്പോസ്തലന്മാരെല്ലാം മരിച്ച സമയത്ത് ലോകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഞാൻ മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ക്രിസ്ത്യ സമൂഹത്തിലെല്ലാം ഹല്ലേലൂയ ശ്രദ്ധാകേന്ദ്രമായി എല്ലാവരുടെ പ്രശംസ പറ്റിപ്പറ്റി ജീവിക്കേണ്ടവനാ ഞാൻ. കർത്താവേ, ഈ 90 കഴിഞ്ഞ പടുവർത്തൻ ഇതൊക്കെയാണോ വെച്ചിരുന്നത്? ദൈവത്തോട് പിറുപിറുക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പക്ഷെ എന്ത് ചെയ്തു? വായിക്കുന്നു, ദൈവദിന നിമിത്തവും അവന്റെ സാക്ഷ്യ നിമിത്തവും ഞാൻ പത്മോസിലായിരുന്നു. എന്തുകൊണ്ട് പത്മോസിലായെന്ന റീസൺ എനിക്കറിയാം. ആമേൻ. നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് ഒരു നിർവചനം നമുക്കില്ല. ദൈവദിന നിമിത്തവും അവന്റെ സാക്ഷ്യ നിമിത്തവും ഞാൻ പത്മോസിലായിരുന്നു. വൈ ഹി ഈസ് ഇൻ പത്മോസ്? ഹി നോസ്. അവനറിയാം ദൈവദിന നിമിത്തവും സാക്ഷ്യ നിമിത്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ തിരിച്ചറിവുണ്ടായതുകൊണ്ട് കർത്ത ദിവസത്തിലും ആരാധിച്ചു. ദൈവസന്നിധാനം തനിക്ക് ബോധ്യമായി. ദൈവസന്നിധാന സന്തോഷത്തിന് കുറവൊന്നില്ല. പരിഭവത്തിന് കെട്ടലഴിച്ചത് ഞാൻ ദൈവവചനവും യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യ നിമിത്തമാണ്. 90 കഴിഞ്ഞ് ഞാൻ ഈ പത്മോസിലായിരിക്കുന്ന തിരിച്ചറിവുണ്ടായി. അവിടെ സന്നിധാനത്തിൽ ആരാധിക്കുകയാണ്. കർത്ത ദിവസത്തിൽ അവൻ ആത്മവിവശനായി. അവിടെയാണ് 7 മഹിമകളോടുകൂടി കർത്താവ് വന്നത്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ആർക്കുമില്ലാത്ത വേദന എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, ഹല്ലേലൂയ, ആർക്കുമില്ലാത്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പത്മോസിന്റെ ഏകാന്തതയിലും എന്തുകൊണ്ട് ഞാൻ ആയിരിക്കുന്നു തിരിച്ചറിവ് മാത്രമല്ല, കർത്ത ദിവസത്തിൽ ആത്മവിവശനായി ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ആരാധിച്ച ഭക്തൻ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ അവിടെ ഇറങ്ങി വന്ന് കർത്താവ് 3.5 കൊല്ലം യേശുവിന്റെ കൂടെ നടന്ന ഒരാളാണ്. മാർവിലേക്ക് ചാരിയെന്ന് അനുഭവം. പക്ഷെ അങ്ങനൊന്നും അനുഭവം വന്നിരിക്കുന്നത് സപ്തമഹിമകളോടുകൂടിയാണ്. പെരുവളത്തിന് എരച്ചിൽ പോലെ ശബ്ദം. വെള്ളോട് ചുറ്റുപിടിപ്പിച്ച കാലുകൾ ഉള്ളവൻ, മാറത്ത പൊൻകച്ച, ആ പഞ്ഞി പോലെ വെളുത്ത തലമുടിയുള്ള, ഹല്ലേലൂയ, സ്തോത്രം. സൂര്യനെ പോലെ ജ്വലിക്കുന്ന മുഖഭാവമുള്ള ആ കർത്താവിന്റെ തേജസ് സാന്നിധ്യം ഉണ്ടായി. കർത്താവ് വന്നപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തി. കർത്താവ് പറയാം, ഞാനും മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചു എന്ന് പറഞ്ഞു യോഹന്നാനെ ബലപ്പെടുത്തി. മാത്രമല്ല, വെളിപ്പാടിന്റെ കറവറ യോഹന്നാൻ എടുത്തു കൊടുത്തു. ആർക്കുമില്ലാത്ത വേദന എനിക്ക് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആർക്കുമില്ലാത്ത കൃപ തരുവാനും ദർശനങ്ങൾ തരുവാനും ശുശ്രൂഷ തരുവാനും കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന് പ്രധാന കാര്യം, ദൈവ സാന്നിധ്യത്തിന് മഹത്വം നമ്മൾ തിരിച്ചറിയണം. ആമേൻ. 2 കാര്യങ്ങൾ പറയുന്നത് ഞാൻ നിർത്തുകയാണ്. 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന രണ്ടാമതൊരു കാര്യം, ഭക്തന്റെ വേദനയുടെ രണ്ടാമത്തെ പ്രധാന കാര്യം റിമംബറൻസ് ഓഫ് പാസ്റ്റ് എക്സ്പീരിയൻസ്. ഇന്നലകളുടെ അനുഭവം താൻ ചെയ്തു, ഓർത്തു. ഇന്നലകളിലെ മറന്നുപോയില്ല. എന്താ 4-ാം വാക്യം? സന്തോഷം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും അല്ലേ പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്വരത്തോടുകൂടെ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്റെ ഉള്ളവനിൽ പകരുന്നു. കഴിഞ്ഞ നാളുകളിൽ ദേവാലയത്തിലേക്ക് കൂട്ടമായി പാട്ടുപാടി ചെന്ന ആ അനുഭവം ഓർത്ത് എന്റെ ഉള്ളവനിൽ പകരുന്നു എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ അനുഭവിച്ച ആരാധനയും ഇന്നലകളിൽ ലഭിച്ച ആത്മീയ അനുഭവവും ഇന്നിന്റെ പ്രശ്നത്തെ നേരിടുവാൻ തക്കവണ്ണം അവിടെ ശക്തി സ്രോതസ്സാണ്. തന്നെ ഓർക്കുകയാണ്. എബ്രായ ലേഖനം 10-32 വാക്യത്തിൽ ഇടറി നിൽക്കുന്ന ആ എബ്രായ വിശ്വാസിയോട് അപ്പോസ്തലൻ പറയാണ്, നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയെ വഹിച്ച ആ അനുഭവിച്ചോട് നിങ്ങൾ കൂട്ടായ്മ കാണിച്ചു, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചു. ഇതെല്ലാം പോരാഞ്ഞിട്ട് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തെന്നറിഞ്ഞ് സമ്പത്തിയുടെ ഉപകാരവും സന്തോഷത്തോടെ സഹിച്ച പൂർവ്വകാലം ഓർക്കുക. ഇന്നലകളിൽ ദൈവം കൊണ്ടുവന്ന അനുഭവങ്ങൾ നമ്മൾ മറക്കാതിരിക്കുക. ഇന്നത്തെ പ്രശ്നത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ ശക്തി സോഴ്സ്, രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇന്നലകളുടെ അനുഭവങ്ങളാണ്. യെശയ്യാ 51:1 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്ക് ഒന്ന് നോക്കണം. നിന്റെ പിതാവായ അബ്രഹാമിനെ ഞാൻ ഏകനായി കൊണ്ടുവന്നു, ഞാൻ വർദ്ധിപ്പിച്ചു, അനുഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ പ്രിയമുള്ള നമ്മളെ കൊണ്ടുവന്ന ചരിത്രം മറക്കരുതേ. രണ്ടാമത്തെ കാര്യം, ആ ഓർമ്മ ഇന്നത്തെ പ്രശ്നത്തെ നയിക്കാൻ നമുക്ക് പുത്തൻ ഊർജ്ജം നൽകും. ഇന്നലെ നയിച്ച ദൈവം, ഇന്നലെ വാഗ്ദത്തം, ഇന്നലെ സൗഖ്യമാക്കിയ കഥ, ഇന്നലെ വിടുവിച്ച ദൈവം, ഇന്നലെ ശക്തീകരിച്ച ദൈവം ഇന്ന് നമുക്ക് പുത്തൻ കൃപ തരും. ഇന്നലകളെ ഓർമ്മ ഇന്നൊരു പുതുവീര്യമാണ്. മൂന്നാമതൊരു കാര്യം പറയാനുള്ള ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തട്ടെ, സ്തോത്രം. അത് നമ്മുടെ ആത്മീയ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് ആണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നും അങ്ങിരിക്കാനല്ല, ആത്മീയ പക്വതയിലേക്ക് വളരണം. അതാണ് നമുക്ക് 5-11 വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. എന്താ 5-11 വാക്യത്തിൽ? എന്റെ ആത്മാവേ നീ വിഷാദിച്ചൊളിഞ്ഞിറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ നിന്റെ മുഖപ്രകാശം രക്ഷയമാകുന്നു എന്ന് ഇനി ഞാൻ അവനെ സ്തുതിക്കും. എന്ന് പറഞ്ഞാൽ
മറ്റുള്ളവർ വന്ന് സഹായിക്കാൻ അപേക്ഷിക്കുകയല്ല. നമുക്കിവിടെ പ്രാർത്ഥിക്കാൻ ഒരു ആത്മീയ കൂട്ടമുണ്ട്, പക്ഷെങ്കിൽ എന്നും അവരുടെ സഹായം തേടി നിൽക്കുന്നവരല്ല. ആത്മീയ വളർച്ച, സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ്, സ്പിരിച്വൽ ഗ്രോത്ത്, മച്യൂരിറ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട്. 10-15 വർഷമായി, 20 വർഷമായി, 30 വർഷമായി, 40 വർഷമായി, പക്ഷെ അതിനനുസരിച്ചുള്ള മച്യൂരിറ്റി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? സ്പിരിച്വൽ മച്യൂരിറ്റി. ഇവിടെ പറയാണ്, എന്റെ ആത്മാവെ നീ വിശാലിച്ച് ഒളിഞ്ഞിറങ്ങുന്നതെന്ന് ദൈവത്തെ പ്രത്യാശ. ഭക്തൻ തന്നോട് തന്നെ സംസാരിക്കുക. 103-ാം സംഘത്തിൽ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വാന്തര വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഒരു ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഭക്തൻ തന്നോട് തന്നെ സംസാരിക്കുക, ധൈര്യപ്പെടുത്തുക. ഈ നിലയിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ ധൈര്യപ്പെടുകയും അനേകരെ ധൈര്യപ്പെടുത്തുവാനുള്ള പ്രചോദനമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. മത്തായി സുവിശേഷം 13-52 വാക്യം പറഞ്ഞ ഞാൻ ക്ലോസ് ചെയ്യുന്നു. അവിടെ യേശു കർത്താവ് ഉപമകൾ അധ്യായമാണ്, 7 ഉപമകൾ ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇങ്ങനെ പറയുന്ന കർത്താവ് സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞതൊക്കെ ഗ്രഹിച്ചു പോകുമെന്ന് ചോദിച്ചിട്ട് കർത്താവ് പറയാണ്, അതുകൊണ്ട് ദൈവരാജ്യത്തിൽ ശിഷ്യനായി തീർന്ന ഏതൊരു ശാസ്ത്രിയും തന്റെ പുതിയതും പഴയതുമായ നിക്ഷേപത്തിൽ പറക്കി കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശൻ. ക്രിസ്തീവിതം ആരംഭിക്കുന്ന ശിഷ്യത്വത്തിലൂടെയാണ്. അത് ശാസ്ത്രീയ എന്ന രീതിയിൽ ദൈവജനത്തോട് വളർന്ന് പിറക്കിക്കൊടുക്കുന്ന, പുതിയതും പഴയതും പിറക്കിക്കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് സദൃശ്യം എന്ന് പറഞ്ഞ അവസാനം ഈ രീതിയിലുള്ള ഒരു വളർച്ച നമുക്കുണ്ടാണ്. ശിഷ്യത്വത്തിലൂടെ ആരംഭിച്ച് ശാസ്ത്രീയ എന്ന രീതിയിൽ ദൈവജനത്തിലും ആത്മീയ പരിജ്ഞാനത്തിലും വളർന്ന് ലോകത്തിന് ദൈവമക്കൾക്ക് പറക്കി കൊടുക്കുന്ന നിക്ഷേപങ്ങൾ ഉള്ളവരായി തീരുവാൻ, വീട്ടുടയവനെ പോലെ ആയിത്തീരാനുള്ള ഒരു ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുക. നമ്മൾ ഒത്തിരി ലോകം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ലോകത്തിന് കൊടുക്കുവാൻ, കർത്താവിന്റെ നല്ല സാക്ഷികളായി നിൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ സഹായിക്കട്ടെ. യുവാസ പ്രാർത്ഥന സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്തദാസനും കുടുംബത്തിനും സഭയ്ക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഈ അവസരം നൽകിയതിൽ പ്രത്യേകിച്ച് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ കൂട്ടായ്മയെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിച്ച് സകല മഹത്വം കർത്താവിന് കൊടുത്ത് ഒരു വലിയ ആത്മീയ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആ രീതിയിൽ കർത്താവിന് വേണ്ടി ഒരുക്കപ്പെടുവാനും നിലനിൽക്കുവാനും ലോകത്തിന് വിളമ്പുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ ഐശ്വര്യമായി അനുഗ്രഹിക്കും.